ജഡ്ജിമാരെടുത്ത് വരേണ്ടി വരും. എന്നിട്ട് ഇന്ത്യൻ കോടതിയുടെ നിയമം അനുസരിച്ചിട്ട് ഖാദിനെ പിടിച്ച് ആദ്യം അകത്താക്കും. അപ്പൊ ഖാദിമാർക്ക് മനസ്സിലായി ആകപ്പാടെ സമുദായത്തിൽ ഖാദിസ്ഥാനം നിലനിർത്താൻ ഏക വകുപ്പ് 29-നോ 30-നോ മാസം കണ്ടു എന്നിട്ട് ആൾക്കാരൊക്കെ കൂടി പ്രതീക്ഷയിൽ ഓടി വരുമ്പോ ഞങ്ങൾ അങ്ങോട്ട് ഉറപ്പിച്ച് കൈ കൊടുക്കണം. ഇതിപ്പോൾ നേരം എടുത്തിട്ടില്ല മനസ്സിലാക്കാൻ. അതിന്റെ പിന്നാലെ കുറെ മൗലവിമാരും കൂടിയിരിക്കണം, ഇപ്പോ കുറെ തങ്ങന്മാരും കൂടിയിരിക്കണം. എന്നിട്ട് ഓരെല്ലാം കൂടി കൂടിയിട്ട് ഇതുവരെ മുസ്ലിക്കാന്ന് പറഞ്ഞാൽ പിന്നിൽ വരെ പോയി നിൽക്കിരിച്ച്. ഈ സങ്കടം ആരോട് പറയും? നമ്മളെല്ലാവരും പങ്കാളികളാവുക, എന്നിട്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കുക. കൃത്യമായിട്ട് ഒരു 25 കൊല്ലത്തെ പെരുന്നാളും നോമ്പ് ഇന്ന ദിവസമാണെന്ന് ഈ സയൻസ്, ഖുർആൻ സയൻസ് ഫോറം പ്രഖ്യാപിക്കണം. കൃത്യമായിട്ടാണ് പറയണം ജനങ്ങളോട്. ഇന്ന അടുത്ത കൊല്ലം 2002 നോമ്പ് പെരുന്നാൾ ഇന്ന ദിവസമാണ്, ഹജ്ജ് പെരുന്നാൾ ഇന്ന ദിവസമാണ്, അറഫ ഇന്ന ദിവസമാണ് എന്ന് പറഞ്ഞിട്ട് 25 കൊല്ലത്തെ കലണ്ടർ ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കും കയ്യിലേക്ക്. അതിനോടൊപ്പം അതിനൊരു വിശദീകരണവും തയ്യാറാക്കുക, കൃത്യമായ അതിന്റെ കണക്കും അതിന്റെ കാര്യങ്ങളൊക്കെ. ആദ്യം നിങ്ങൾ ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവായാലും വേണ്ടില്ല, എല്ലാ ജനങ്ങളും കയ്യിലുണ്ട് എത്തിച്ചു നോക്കി. നിങ്ങൾ 2 കൊല്ലം കൊണ്ട് മനുഷ്യന്മാർ നമ്മൾ വരക്കണ വരേണ്ടി വരും. കാരണം ഇത് മറച്ചു വെക്കാൻ പറ്റൂല. സൂര്യൻ എങ്ങനെയാണോ മറച്ചു വെക്കാൻ ആർക്കും കഴിയോ? സൂര്യപ്രകാശം തടുത്തു നിർത്താൻ കഴിയില്ലല്ലോ. അതുപോലെ തന്നെയാണ് സൂര്യന്റെയും ചന്ദ്രന്റെയും പ്രയാണത്തിലെ രേഖകൾ മനുഷ്യൻ കണ്ടെത്തിയിരിക്കുന്ന യാഥാർത്ഥ്യം മറച്ചു വെക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് എനിക്ക് നിർദ്ദേശം കിട്ടിയിരിക്കുന്നത് സമയം പാലിക്കണമെന്ന്. ഈ ഒരു ഉത്ബുദ്ധ സദസ്സിനോട് പറഞ്ഞാൽ തീരാത്തത്ര വിഷയമുണ്ട് എനിക്ക്. ഒരൊറ്റ മദ്ഹബ് ഇതിനെതിരല്ല, ഷാഫി മദ്ഹബ് പോലും എതിരല്ല. ഷാഫി മദ്ഹബ് പറഞ്ഞ മശ്രിക്കും മഗ്രിബും ഓർക്ക് തിരിയാത്തത് കൊണ്ടാണ്. ആ മശ്രിക്കും മഗ്രിബ് ഏതാണെന്നറിയോ? നമ്മളിങ്ങനെ കോഴിക്കോട്ട് താമസിക്കുമ്പോൾ കാണുന്ന മശ്രിക്കും മഗ്രിബും അല്ല. ആ മശ്രിക്കും മഗ്രിബും റബ്ബുൽ മശ്രിക്കി വൽ മഗ്രിബി എന്ന് പറഞ്ഞ മഗ്രിബും മശ്രിക്കും അല്ല. അത് ഈ ലോകത്തൊരൊറ്റ പോയിന്റിൽ മാത്രം ഉണ്ടാകുന്ന മശ്രിക്കും മഗ്രിബാണ്. പിന്നെ റബ്ബുൽ മശ്രിഖൈനി വൽ മഗ്രിബൈനി പറഞ്ഞിട്ടുണ്ട്, അതാണ് നമ്മളെ നാട്ടിലേത്. അതല്ല ഷാഫി ഇമാം പറഞ്ഞിട്ടുള്ളത്. റബ്ബുൽ മശ്രിഖ് റബ്ബുൽ മശാരിഖി വൽ മഗാരിബി എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുമല്ല, റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ് ഉണ്ടല്ലോ, ആ മശ്രിഖും മഗ്രിബാണ് ഇമാം ഷാഫി പറഞ്ഞിട്ടുള്ളത്. ആ മശ്രിഖിലെയും മഗ്രിബിലെയും സൂര്യ ചന്ദ്ര ദർശനമാണ് മാനദണ്ഡമാക്കേണ്ടത്. ആ മാനദണ്ഡ പ്രകാരമാണ് ഈ വിഷയത്തെ നാം കാണേണ്ടത്. ഞാൻ ഏറെ സംസാരിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഈ വിഷയ സംബന്ധമായി ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എനിക്കൊരു അപേക്ഷ ഈ സൊസൈറ്റിയോട്, ഈ ഫോറത്തോട് പറയാനുള്ളത്, ഇത് പഠിക്കാൻ തയ്യാറാകുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. ബുദ്ധിയുള്ള, തൻ്റെ ഇടമുള്ള, സയൻസിനോട് കൂറുള്ള, മതം കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള അനവധി ആളുകളുണ്ട്. അവരെ കണ്ടെത്തിയിട്ട് അവർക്ക് കൃത്യമായ ദിശാബോധം നൽകുന്ന പഠന ക്ലാസുകൾ ശക്തമായി സംഘടിപ്പിച്ചിട്ട് ഇത് എല്ലാവരിലേക്കും എത്തിക്കുക. അതിനു മുമ്പ് മറ്റുള്ള ആ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാതെ ഇരിക്കുക. എന്നിട്ട് ജനങ്ങളെ അടിസ്ഥാനപരമായി ഇത് പഠിപ്പിക്കുക. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഹിജ്റ ഹിലാൽ കമ്മിറ്റി എന്ന് പറയുന്ന സംവിധാനം ഇത് ചെയ്തിരുന്നു എങ്കിൽ ഇത് ഇത്രയും പ്രയാസം ഇപ്പോൾ ഉണ്ടാകുമായിരുന്നില്ല. നമുക്ക് പ്രതീക്ഷയുള്ളവർ പിൻവലിഞ്ഞ സമയമാണിപ്പോൾ. അവരെല്ലാവരും കൂടി ബാത്തിലിന് വേണ്ടി ഐക്യമുണ്ടാക്കിയിരിക്കുകയാണ്. ഹക്കിന് വേണ്ടി നാം ജനങ്ങളെ സംബോധന ചെയ്യേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മളുടെ കൂടെയുണ്ട്. പ്രവാചകന്റെ വചനങ്ങൾ നമുക്കൊപ്പമുണ്ട്. അതിനോടൊപ്പം സഹാബിമാരുടെ സുന്ദരമായ കാഴ്ചപ്പാടുകളുണ്ട്. മദ്ഹബിന്റെ ഇമാമികൾ ഇത് സംബന്ധമായി പറഞ്ഞിരിക്കുന്ന മുഴുവൻ തെളിവുകളും നമ്മുടെ മുമ്പിലുണ്ട്. അതിനോടൊപ്പം ഇതിനെയെല്ലാം തന്നെയും ഒരു മോട്ടിവേറ്റ് ചെയ്യുവാനും അതിനെയെല്ലാം കോർഡിനേറ്റ് ചെയ്യുവാനുമുള്ള സയന്റിഫിക്കൽ അറിവ് നമ്മുടെ കയ്യിലുണ്ട്. ഇതെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് ജനങ്ങളിലേക്ക് ഈ വിഷയം ആഴത്തിൽ ഇറക്കി ചെല്ലുകയും ശാന്തമായി ഒരു മാനസിക വിപ്ലവത്തിലൂടെ അല്ലെങ്കിൽ മാനസികമായ പരിവർത്തനത്തിലൂടെ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ പിടിച്ചോർത്ത് ജനങ്ങളെ കിട്ടുന്നില്ല എന്ന് ഈ കാദിമാർക്കും മൗലവിമാർക്കും മുസ്ലിയാക്കന്മാർക്കും മനസ്സിലാകുന്നിടത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ദൗത്യം വിജയിച്ചു. ഹുവല്ലദീ ജഅല ശംസ ദിയാഅൻ, അല്ലാഹുവാണ് സൂര്യനെ പ്രഭയുള്ള ഒരു ജ്വാലയുള്ള ഒരു ഗോളമാക്കി മാറ്റിയത്. വൽ ഖമറ, ചന്ദ്രനെ നൂറൻ, ആ ഉളിയാവ് തട്ടിയിട്ട് ആ ജ്വാലയിൽ നിന്നുള്ള പ്രകാശം തട്ടി പ്രതികരണം പ്രകാശത്തെ ചെയ്യുന്ന നൂറ് വെളിച്ചമുള്ളതാക്കി മാറ്റിയത്. വഖദ്ദറഹു മനാസില, അതിന് മൻസിലകൾ നിർണയിച്ചവൻ അല്ലാഹുവാണ്. എന്തിന്
ലിതഅലമു അദദ സിനീന വൽ ഹിസാബ്, നിങ്ങൾ കണക്കാക്കേണ്ട കൊല്ലങ്ങളെക്കുറിച്ച് എണ്ണുവാനും നിങ്ങൾക്ക് കണക്ക് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് സർവത്ര ആരാധനാ സമ്പ്രദായങ്ങൾ നടപ്പിലാക്കുവാനും അള്ളാഹു തന്നിരിക്കുന്ന പ്രകൃതിയിലെ സംവിധാനമാണിത്. മാ ഖലഖല്ലാഹു ദാലിക ഇല്ലാ ബിൽ ഹഖ്, കൃത്യമായ സത്യതയോടുകൂടിയല്ലാതെ, കൃത്യമായ ഹക്കോടുകൂടിയല്ലാതെ അള്ളാഹു ഇത് ഉണ്ടാക്കിയിട്ടില്ല. യുഫസ്സിറുൽ ആയാതി ലിഖൗമി യഅലമൂൻ, കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് ദൈവിക ദൃഷ്ടാന്തങ്ങൾ ഇപ്രകാരമാണ് അവൻ വിശദീകരിച്ചു തരുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ ഈ അല്പം ആവേശം കൂടുതലായി പോയ പ്രഭാഷണത്തിൽ അപാകതകൾ വന്നാൽ ക്ഷമിക്കുകയും ഇതിലെ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ശാന്തമായ പരിവർത്തനത്തിന് എല്ലാവരും ഒരുങ്ങണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. സർവാധിരാജനായ അള്ളാഹു ഹക്കായി മനസ്സിലാക്കുവാനും അത് സ്വീകരിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കുന്ന മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും പെടുത്തുമാറാകട്ടെ. ബാത്തിലിനെ ബാത്തിലാണെന്ന് മനസ്സിലാക്കി അതിനെ പുറന്തള്ളുവാനും അത് ജനങ്ങൾക്ക് ബാത്തിലാണെന്ന് തെളിയിച്ചു കൊടുത്ത് ഹക്ക് സ്ഥാപിക്കുവാനുമുള്ള കഴിവും ശക്തിയും യുക്തിയും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇതിൻ്റെ മാനദണ്ഡം അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ആണോ, ഏതെങ്കിലും സർവകലാശാല ബിരുദമാണോ? അല്ല എന്നാണ് അറിവുള്ളവരുടെ ഉത്തരം. അതുകൊണ്ട് തന്നെ എലിമെൻ്ററി സ്കൂളിൻ്റെ പഠിപ്പ് പോലും മുഴുവനാക്കിയിട്ടില്ലാത്ത അലി മണിക്ഫാൻ, അദ്ദേഹം ഇന്ന് ലോകത്തിലേത് ശാസ്ത്രത്തിൻ്റെയും മുമ്പിൽ കൊണ്ടുപോയി വെക്കാവുന്ന പ്രതിഭയാണ്. അദ്ദേഹമാണ് ഇനി നമ്മോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിഷയം പ്രകൃതി കലണ്ടറാണ്. ഹിജ്റ കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ ചീഫ് അഡ്വൈസറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ സാഗരത്തിലൂടെ കടന്നു പോകാനുള്ള ഭാഗ്യമാണ് അടുത്ത നിമിഷങ്ങൾ. ബഹുമാനപ്പെട്ട അലി മണിക്ഫാൻ എന്ന ശാസ്ത്രജ്ഞനെ ഞാൻ സംസാരിക്കാനായി ക്ഷണിച്ചോളും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദുൻ മജീദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يكتمون ما أنزلنا من البينات والهدى من بعد ما بيناه للناس في الكتاب أولئك يلعنهم الله ويلعنهم اللاعنون إلا الذين تابوا وأصلحوا فأولئك أتوب عليهم وأنا التواب الرحيم. صدق الله العظيم. പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്ന് ഇവിടെ നാം ചേർന്നിരിക്കുന്നത് ഒരു വലിയ കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്യുവാൻ വേണ്ടിയാണ്. എൻ്റേത് ഒരു പ്രസംഗമായിരിക്കില്ല, ഒരു ക്ലാസ് ആയിരിക്കും. അള്ളാഹു ഖുർആനിൽ അറിയിച്ചിട്ടുള്ള ഒരു ആയത്താണ് ഞാനിപ്പോൾ ഓതിക്കേൽപ്പിച്ചത്. അള്ളാഹു ഖുർആനിൽ അറിയിക്കുകയാണ്, തീർച്ചയായിട്ടും ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദ, നാം ഇറക്കിയ തെളിവുകളും ഹിദായത്തുകളും അവയെ നാം മനുഷ്യർക്കായി വെളിച്ചതിന് ശേഷം
ഒളിപ്പിച്ചു വെക്കുന്നവർ തീർച്ചയായിട്ടും അവരെ അള്ളാഹുവും മലക്കുകളും ലാനത്ത് ചെയ്യേണ്ടവരും അവരെ ലാനത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ അതിൽ നിന്ന് പിന്മാറി തൗബ ചെയ്തും കൊണ്ട് അതിനെ ജനങ്ങൾക്ക് വെളിപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും അള്ളാഹു എപ്പോഴും മാപ്പ് കൊടുക്കുവാൻ തയ്യാറുള്ളതാണ്. ഇത് നാം വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയം. അള്ളാഹു അവൻ്റെ കിതാബിൽ വളരെയധികം തെളിവുകൾ ഇത് സത്യമാണെന്നും അള്ളാഹുവിൻ്റെ ദീൻ പരിപൂർണമാണെന്നും തെളിയിക്കുവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് കണ്ടെത്തുകയും അതിനെ ജനങ്ങളോട് പറയുകയും ചെയ്യേണ്ടത് ആലിമീങ്ങളുടെ കടമയാണ്. സാധാരണക്കാരന് ഖുർആൻ മനസ്സിലാവുകയില്ല. അത് അറിവുള്ളവർ, അത് പഠിച്ചവർ ഉണ്ട്. അവർ ആണ് അതിനെ ഒളിപ്പിച്ചു വെക്കുന്നത്. അതാ ഇവിടെ പരാമർശം. ഒളിപ്പിച്ചു വെക്കുന്നവർ ആരാണ്? സാധാരണക്കാരനല്ല. അള്ളാഹു അറിവ് കൊടുത്തവർ, അവൻ്റെ കിതാബിനെ മനസ്സിലാകുന്നവർ, അവർ അറിഞ്ഞിട്ടും അതിനെ ഒളിപ്പിച്ചു വെക്കുന്നു എന്നാണ് അള്ളാഹുവിന് പറയുന്നത്. അതിൽ ഒരു കാര്യമാണ് അള്ളാഹു മനുഷ്യർക്ക് കാലഗണനക്കായി തന്നിട്ടുള്ള കലണ്ടർ. അതിനെ ഇപ്പോൾ നാം എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങൾ കലണ്ടറുകൾ പരിശോധിച്ച് നോക്കിയാൽ ഈ മനുഷ്യരുടെ കാലഗണനക്കായി, തീയതികൾക്കായി അള്ളാഹു തന്നിട്ടുള്ള ചന്ദ്രമാസ കലണ്ടർ ഇന്ന് 3 തരത്തിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. നമ്മൾ ഇറക്കുന്ന ഹിജ്റ കലണ്ടർ, പിന്നെ ഷബാബിൻ്റെ കലണ്ടർ, മാധ്യമത്തിൻ്റെ കലണ്ടർ. ഈ കലണ്ടറുകൾ ഇതെല്ലാം മുസ്ലിമീങ്ങളുടെ കലണ്ടറുകളാണ്. മറ്റുള്ളവരെ പറ്റി നമ്മൾ പറയുന്നില്ല. ഇതിൽ ഈ ചന്ദ്രമാസ തീയതികൾ പലതിൽ പല മാതിരിയാണ്. ഇതിന് കാരണം എന്താണ്? ചന്ദ്രനും സൂര്യനും ശരിക്ക് ചലിക്കുന്നില്ലേ? 3 കൂട്ടിയാൽ 7 ആകുമോ? ഇതൊരിക്കലുമില്ല. പിന്നെ എന്തിനാണ് ഈ വ്യത്യാസം? ഇങ്ങനെ പരസ്പര വിരുദ്ധമുള്ള കലണ്ടറുകൾ നാം കാണുമ്പോൾ അതിനെ പരിശോധിക്കുകയും അതിനെ തെറ്റായത് നിരോധിക്കുകയും ശരിയായത് അംഗീകരിക്കുകയും ചെയ്യുവാൻ വേണ്ടിയുള്ള നിയമങ്ങൾ നാം എന്തുകൊണ്ട് ഉണ്ടാക്കുന്നില്ല? നമുക്ക് കാദിമാരുണ്ട്, നമുക്ക് ഭരണകർത്താക്കളുണ്ട്, നമുക്ക് ലീഡർമാരുണ്ട്. ഇവരെല്ലാം ഈ കാര്യത്തിൽ കണ്ണടച്ചും കൊണ്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ പ്രശ്നമാണ്. അതിനെപ്പറ്റി നമുക്ക് അറിവില്ല എന്നതാണ് അതിൻ്റെ വാസ്തവം. ഞാൻ ഈ വിഷയത്തിൽ ഇസ്ലാമിക കലണ്ടർ എന്ന വിഷയത്തെക്കുറിച്ച് 65കളിലാണ് പഠിക്കാൻ തുടങ്ങിയത്. അതിന് കാരണം ലക്ഷദ്വീപിൽ നടന്ന ഒരു കുഴപ്പമാണ്, മിനിക്കോയിൽ. അന്ന് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രറായി ഇരുന്ന ഇവിടെയുള്ള കോഴിക്കോടിനടുത്ത് താമസിക്കുന്ന ശ്രീ രാമുണ്ണി അവർകൾ, അദ്ദേഹം കോഴിക്കോട് നിന്ന് ഇവിടെ പെരുന്നാൾ കഴിച്ചതിന് ശേഷം പുറപ്പെട്ടു. ലക്ഷദ്വീപിലെ ഒരു ദ്വീപിലെത്തിയപ്പോൾ പിറ്റേ ദിവസം അവിടെ പെരുന്നാളായിരുന്നു. അവിടെ ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് എൻ്റെ ദ്വീപായ മിനിക്കോയിലേക്ക് തിരിച്ചു. ഞാൻ അവിടെ അന്ന് ഉണ്ടായിരുന്നില്ല. അവിടെ അന്ന് പെരുന്നാളായിരുന്നു. അവിടെ ഇറക്കേണ്ട കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും പിന്നീട് മറ്റു പല കാരണങ്ങൾ കൊണ്ട് അവിടെ ഒരു കുഴപ്പമുണ്ടാകുവാനിടയാവുകയും ചെയ്തു. കാരണം ഇത് തന്നെയാണ്, പെരുന്നാൾ 3 ആയതിൻ്റെ കാരണം തന്നെയാണ് ആ കുഴപ്പത്തിന് കാരണം. അങ്ങനെ ഞാൻ അതിനെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങി. ദീനുൽ ഇസ്ലാമിൽ 3 ഈദുൽ ഫിത്തർ ഉണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഈദുൽ ഫിത്തർ ആചരിക്കുവാനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ച ദിവസം ശവ്വാൽ 1. അതേമാതിരി തന്നെ റമദാൻ നോമ്പ് ആരംഭിക്കുവാൻ തന്ന ഡേറ്റും തീയതിയും റമദാൻ 1. അന്നാണ് തുടങ്ങിയത്. റമദാൻ 2 3 അല്ല. അതേമാതിരി തന്നെ ശവ്വാൽ 1 2 3 അല്ല, 1 തന്നെയാണ്. ഇങ്ങനെ പല തീയതികളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു കലണ്ടർ എങ്ങനെ ഉണ്ടാവണം എന്ന തത്വങ്ങൾ വളരെ ലളിതമായ രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്.
ഇന്ന് നാം അതിനെ നിരാകരിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം പെരുന്നാൾ ആചരിക്കുവാൻ ലോക ജനതയ്ക്ക്, അതായത് മുസ്ലിംകൾക്ക് ഉണ്ടെന്നും ഉള്ള കള്ളം അതിന് നാം സാക്ഷ്യം വഹിക്കുകയും ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ പെരുന്നാൾ തന്നെ അതിന് സാക്ഷ്യം വഹിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഗതി എന്തായിരിക്കും എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹിൽ കദിബ വഹുവ യുദ്ആ ഇലൽ ഇസ്ലാം. ഇസ്ലാമിലേക്ക് വിളിക്കപ്പെടുമ്പോൾ, ഇസ്ലാം എന്നാൽ സത്യം, സത്യം അംഗീകരിക്കാൻ വിളിക്കപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ ഒരു കളവുണ്ടാക്കുന്നവനേക്കാൾ അധികം അക്രമിയാരാണ്. ഇത് ശിർക്കാണ്. ഇന്ന ശിർക്കൽ അദുൽമുൻ അദീം. ഏറ്റവും വലിയ ദുൽം ശിർക്കാണ്. ഇത് ശിർക്കാണ്. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ കൈകടത്തലാണ്, വലിയ ശിർക്കാണ്. പക്ഷെ ഈ ശിർക്കിനെ നാം കാണുന്നില്ല. ശിർക്കിനെ എതിർക്കുന്നവരും അത് ഇല്ലാതാക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരുമായ ആളുകൾക്ക് പോലും ഈ ശിർക്കിനെ കാണുന്നില്ല. അത് ശൈത്താനാണ്. കാരണം ശൈത്താൻ അധികം പിടിക്കുന്നത് ഈ നല്ല കാര്യത്തെ ചെയ്യുവാൻ വേണ്ടി മുന്നിൽ വരുന്നവരോടാണ്. മറ്റ് ആളുകളുടെ അടുത്തിൽ ശൈത്താന് യാതൊരു പണിയുമില്ല. കാരണം അവർ തെറ്റിയവരാണ്, അവരെ നോക്കൂല. ഈ സത്യത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുവാൻ പരിശ്രമിക്കുന്നവരെ തെറ്റിക്കാൻ വേണ്ടിയാണ് ശൈത്താൻ പ്രവർത്തിക്കുന്നത്. നാം അത് മനസ്സിലാക്കുന്നുണ്ട്. അള്ളാഹു ഖുർആനിൽ നമ്മെ അറിയിച്ചിട്ടുണ്ട്, ശൈത്താനായിട്ട് തന്നെ കാണണം. അത് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഈ പെരുന്നാൾ 2 ദിവസം ആകുന്നത് മനുഷ്യ ബുദ്ധിക്ക് വിരുദ്ധമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ശവ്വാൽ 2-ാം തീയതി 3 ദിവസങ്ങളിൽ ആകുന്ന മാതിരിയുള്ള ഒരു കലണ്ടർ സംവിധാനം പഠിപ്പിച്ചിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചന്ദ്രമാസ കലണ്ടർ തന്നെയാണ് ലോകത്തിൽ എല്ലാ കലണ്ടറുകളുടെയും മേലെ ഉള്ള കലണ്ടർ. ഇത് നമുക്ക് തെളിയിക്കാൻ പറ്റും, കണക്ക് കൊണ്ട് തെളിയിക്കാൻ പറ്റും, ബുദ്ധി കൊണ്ട് തെളിയിക്കാൻ പറ്റും, നമ്മുടെ നിരീക്ഷണങ്ങൾ കൊണ്ട് തെളിയിക്കാൻ പറ്റും. ലോകം അത് തെളിയിച്ചിട്ടുണ്ട്. ശാസ്ത്രലോകം ഈ ചന്ദ്രമാസ കലണ്ടറെ തന്നെയാണ് അംഗീകരിച്ച് ഇരിക്കുന്നത്. അത് നിങ്ങൾക്കെല്ലാം അറിയില്ലെങ്കിലും എനിക്കറിയാം. അപ്പോൾ ഈ നമ്മൾ ഇന്ന് അംഗീകരിച്ചിരിക്കുന്ന ഈ കലണ്ടർ മുഴുവൻ കൃത്രിമവും അശാസ്ത്രീയവുമാണ്. പക്ഷെ അതിന് ഒരു അംഗീകാരം കിട്ടാൻ കാരണമായത് എന്തുകൊണ്ടാണ്? അതിന് ഒരു ഏകീകൃത സ്വഭാവമുണ്ട്. ഏകീകൃത സ്വഭാവം ഇല്ലെങ്കിൽ ആ കലണ്ടർ ലോകത്ത് അംഗീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ കലണ്ടർ പുറം തള്ളപ്പെടുവാൻ വേണ്ടി ഇബ്ലീസ് എടുത്തിരിക്കുന്ന ഉപാധിയാണ് ശവ്വാൽ 1-ാം തീയതി 3 ദിവസമാകുക. അതിനെ മുസ്ലിം ലോകം മനസ്സിലാക്കാതിരിക്കുന്നതിൽ വളരെയധികം എനിക്ക് അത്ഭുതപ്പെടേണ്ടിയിരിക്കുന്നു. ഇവിടെ പല മഹാന്മാരുണ്ട്, വളരെയധികം പഠിച്ച വ്യക്തികളുണ്ട്. ഇവരെല്ലാവരും ഈ ശവ്വാൽ 1 3 ദിവസമാകുന്നത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എനിക്ക് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ പറ്റില്ല, ഞാൻ അംഗീകരിക്കില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കളവാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഒരിക്കലും അങ്ങനെ റസൂൽ പറയില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂലാണ്. അള്ളാഹുവിന് ഈ ലോകത്തിൻ്റെ ഈ സംവിധാനത്തെപ്പറ്റി ശരിക്കറിയാം. അന്നും അറിയാം, ഇന്നും അറിയാം, എന്നും അറിയാം. അപ്പം അവൻ പറഞ്ഞിട്ടുള്ള സംഗതികളിൽ യാതൊരു വിധത്തിലുള്ള വക്രതയും തെറ്റും ഉണ്ടാവുകയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഈ ശവ്വാൽ 1-ഉം റമദാൻ 1-ഉം അല്ലെങ്കിൽ ദുൽഹജ്ജ് 10-ഉം 2, 3 ദിവസങ്ങളിലാകുന്നത്? ഇതാക്കുവാൻ ചിലർ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് എൻ്റെ ചോദ്യം. ഇപ്പം ഞാൻ ഈ കലണ്ടർ പഠിച്ചതിന് ശേഷം നമ്മളൊരു കാര്യം അറിയാതെ ജനങ്ങളോട് പറയാൻ പാടില്ല. ഇത് തെറ്റാണ്. വലാ തഖഫ് മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അതായത് നിനക്ക് അറിയാത്ത കാര്യത്തിൽ നീ നിലനിൽക്കരുത്. കാരണം കണ്ണ്, കേൾവി, മനസ്സ് ഇവയെല്ലാം ചോദ്യപ്പെടേണ്ടതാണ്. ചോദ്യമുണ്ടാകും അവയോട്. അപ്പോൾ നമ്മളൊരു അറിയാത്തൊരു കാര്യം പറയാൻ പാടില്ല, തെറ്റാണ്. പൂർണ്ണമായ അറിവോടുകൂടി മനസ്സിലാക്കിയ ഒരു കാര്യം മാത്രമേ ജനങ്ങളോട് പറയാൻ പാടുള്ളൂ. തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ അത് താനോട് വെക്കണം, മറ്റുള്ളവരോട് പറയാൻ പാടില്ല. തെറ്റാണത്, അത് കുഴപ്പമുണ്ടാക്കലാണ്. പക്ഷെ അറിഞ്ഞ ഒരു സംഗതി പറയൽ മനുഷ്യന് നിർബന്ധമാണ്. ഇതാണ് സത്യത്തെ കൊണ്ട് ഉപദേശിക്കുക. തവാസോ ബിൽ ഹഖ്,
അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. അല്ലെങ്കിൽ ഇത് പറഞ്ഞു നടക്കേണ്ട ആവശ്യം എനിക്കില്ല. അള്ളാഹു എനിക്കൊരു അറിവ് തന്നു. ആ അറിവിനെ ഒളിച്ചു വെച്ചാൽ തീർച്ചയായിട്ടും എന്നോട് നാളെ ചോദ്യം ഉണ്ടാകും. അത് പറയാതെ ഞാൻ ഇവിടുന്ന് പോയാൽ എനിക്ക് രക്ഷയില്ല എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അംഗീകരിക്കാം, അത് എനിക്ക് പ്രശ്നമല്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വന്ന റമദാനെ പറ്റി നമ്മുടെ കലണ്ടറിലുണ്ട്. അതായത് മുഹറമിൽ തന്നെ കലണ്ടർ ഇറക്കി. ആ കലണ്ടറിൽ റമദാൻ 1 വെള്ളിയാഴ്ച തുടങ്ങുന്നതായിട്ടും വെള്ളിയാഴ്ച അവസാനിക്കുന്നതായിട്ടും റമദാനിൽ 29 ദിവസം മാത്രമേ ഉള്ളൂ എന്നുമുണ്ട്. എന്തുകൊണ്ടാണ് ആരും അത് ചോദ്യം ചെയ്യാത്തത്? റമദാൻ വരുന്നത് വരെ സൂര്യചന്ദ്രന്മാരുടെ ചലനത്തിന് വ്യത്യാസം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇത് മാറിയത്? സൂര്യചന്ദ്രന്മാരുടെ ചലനത്തിന് യാതൊരു വ്യത്യാസവുമില്ല. നമ്മൾ ലീവ് എടുക്കുന്ന മാതിരി അതൊന്നും ലീവ് എടുക്കുകയില്ല. അതിപ്പോൾ ഇവിടെ പറഞ്ഞു, അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ. ഇത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്. അതായത് സൂര്യനും ചന്ദ്രനും ഒരു നിശ്ചിത കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ചലിക്കുന്നത്. നമുക്കിന്നറിയാം ഏത് സ്ഥലത്ത് എപ്പോൾ സൂര്യൻ അസ്തമിക്കും, ചന്ദ്രൻ അസ്തമിക്കും. ഈ കണക്കുകളെല്ലാം നമുക്കറിയാം, യാതൊരു വ്യത്യാസമില്ല. കമ്പ്യൂട്ടറിൽ ഇതെല്ലാം ഉണ്ട്. ഒരു കമ്പ്യൂട്ടറിലെ ബട്ടൺ നമുക്കിയാൽ ഇന്ന ദിവസം ഇന്ന തീയതിക്ക് ഏത് സ്ഥലത്ത് എപ്പോൾ ചന്ദ്രനും സൂര്യനും അസ്തമിക്കും എന്നുള്ള കണക്ക് നമ്മുടെ മുമ്പിലുണ്ട്. ഇത് സംശയമില്ലാത്തതാണ്. ഒരു CD എടുത്ത്, അസ്ട്രോണോമി CD ഉണ്ട്, അത് എടുത്ത് ഇന്നത്തെ ഡേറ്റ് അടിച്ചിട്ട് വാനത്ത് നോക്കിയാൽ ചന്ദ്രൻ എവിടെയുണ്ട്, സൂര്യൻ എവിടെയുണ്ട്, ഗോളങ്ങൾ എവിടെയുണ്ട്, നക്ഷത്രങ്ങൾ എവിടെയുണ്ട്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു ലോകത്ത് ഈ സമയം വന്നാൽ കുഴപ്പമുണ്ടാക്കുന്ന പരിപാടി നമുക്കുണ്ട്. ഞാൻ എത്രയോ പ്രാവശ്യം ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കലണ്ടറുണ്ട്, അത് ചോദ്യം ചെയ്യാത്ത എന്തുകൊണ്ടാണ്? അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പ്രഖ്യാപിക്കുകയും ശരിയായതോ നിങ്ങൾ കൊണ്ടുവരികയും ചെയ്യണം. അതല്ലെങ്കിൽ തെറ്റാണ്. ഇത് ഇപ്പോൾ മുസ്ലിം ലോകത്തിന്റെ കേന്ദ്രമായ മക്കത്ത് പോലും ഇത് തെറ്റിയിരിക്കുന്നു എന്ന് പറയേണ്ടതിൽ എനിക്ക് വളരെയധികം ഖേദമാണ്. ഞാൻ റാബിത്തയുമായി ബന്ധപ്പെടുന്നത് വളരെ കാലമായി. റാബിത്ത ഇപ്പോൾ നമ്മുടെ കത്തുകൾക്ക് മറുപടി അയക്കുന്നില്ല. അതിനുശേഷം ഉമ്മുൽ ഖുറ കലണ്ടർ നമ്മുടെ അടുത്തുണ്ട്. ഉമ്മുൽ ഖുറ കലണ്ടർ ശരിയായ ശാസ്ത്രീയ വീക്ഷണത്തിൽ ശാസ്ത്രീയ കണക്ക് പ്രകാരം ഉണ്ടാക്കിയതാണ്. അതിൽ യാതൊരു തെറ്റുമില്ല, ശരിയാണ്. ആ കലണ്ടർ ഇപ്പോൾ മാറ്റിക്കൊണ്ട് വേറൊരു കലണ്ടർ അവർ ഉമ്മുൽ ഖുറ കലണ്ടർ വേറെ പുതിയ ഒരു കലണ്ടർ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൻ്റെ നിയമം അവർ പറയുന്നത് മക്കയിൽ ഉദയമുണ്ടെങ്കിൽ, അതായത് മക്കയിൽ സൂര്യാസ്തമനത്തിന് മുമ്പ് ചന്ദ്രൻ അസ്തമിച്ചു പോവുകയാണെങ്കിൽ അടുത്ത ദിവസം 1-ാം തീയതി ആവുകയില്ല എന്നാണ്. ഇത് ഖുർആന്റെയും സുന്നത്തിന്റെയും സയൻസിന്റെയും അടിസ്ഥാനത്തിൽ തെറ്റാണ് എന്നത് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള തെറ്റായ ഒരു സമീപനം അവർ അംഗീകരിച്ചിരിക്കുന്നത്. ആ കലണ്ടർ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ അതിനെ പരിശോധിക്കുകയും അതിലുള്ള 5 തെറ്റുകൾ കാണിച്ചുകൊണ്ട് അവർക്ക് കത്തെഴുതുകയും ചെയ്തു. എപ്പോൾ സഫർ മാസത്തിൽ തന്നെ ഞങ്ങൾ കത്തയച്ചു. ആ കത്തിന് മറുപടി കിട്ടുന്നത് ഷാബാനിലാണ്. മുസ്ലിം ലോകത്തിന്റെ അവസ്ഥ നോക്കണം. അവരിതിനെ ഒരു മുഖ്യമായ കാര്യമായിട്ട് കാണുന്നില്ല. നമ്മളെ എന്ത് ചെയ്താലും എന്ത് ഹറാം ചെയ്താലും അതൊന്നും വലിയ കാര്യമല്ല എന്നാണ് മുസ്ലിം ലോകം മനസ്സിലാക്കിയിരിക്കുന്നത്. എത്ര ശാസ്ത്രജ്ഞന്മാരുണ്ട്, എത്ര പണ്ഡിതന്മാരുണ്ട്, എന്തുകൊണ്ട് ഈ കത്തിന് ഇത്ര അധികം സമയമെടുത്തു എന്നുള്ളതാണ്. അതിന് റിപ്ലൈ വന്നത് കിങ് അബ്ദുൽ അസീസ് സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് ഉമ്മുൽ ഖുറ കലണ്ടർ തയ്യാറാക്കാൻ ഏൽപ്പിക്കപ്പെട്ട വിഭാഗത്തിന്റെ ഡയറക്ടറിൽ നിന്നാണ്. ഉടനെ തന്നെ ഞങ്ങൾ ഫാക്സ് മൂലം അദ്ദേഹത്തെ അറിയിച്ചു. അതായത് നിങ്ങളുടെ ഇപ്പോൾ അംഗീകരിച്ചിട്ടുള്ള തത്വം ഖുർആനും സുന്നത്തിനും എതിരാണ്. അതിന് കാരണം സൂര്യ ചന്ദ്രന്മാരുടെ ഈ അസ്തമന വ്യത്യാസമല്ല അതിൻ്റെ മാനദണ്ഡം. ഖുർആനിൽ അതിൻ്റെ മാനദണ്ഡമുണ്ട്. അത് പ്രകാരം കേരളത്തിൽ സൂര്യനും ചന്ദ്രനും ഒന്നിച്ച് അസ്തമിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ കാണുകയില്ല, തീർച്ചയാണ്. സൗദി അറേബ്യയിൽ എത്തുമ്പോൾ ചന്ദ്രനും സൂര്യനും തമ്മിൽ വ്യത്യാസമായി. അവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ ചന്ദ്രൻ അസ്തമിക്കുള്ളൂ. സൂര്യൻ ആ സമയത്ത് അസ്തമിച്ചാൽ 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ അവിടെ അസ്തമിക്കും. ഇങ്ങനെ സമയം പോകുന്തോറും ചന്ദ്രൻ പിന്തിക്കൊണ്ട് പോവുകയാണ്. ഓരോ മണിക്കൂറിനും 2 മിനിറ്റ് വീതം
ചന്ദ്രൻ പിന്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ മാനദണ്ഡം അംഗീകരിച്ചാൽ ലോകത്ത് പല മാതിരി കലണ്ടറുകൾ ഉണ്ടാവും. അപ്പോൾ ഇത് ഖുർആനും സുന്നത്തും റസൂലിന്റെ ചര്യയും ഒക്കെ അവഹേളിക്കപ്പെടുവാൻ കാരണമാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള തെറ്റായ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. റസൂൽ പറഞ്ഞത്, നിങ്ങൾ ഹിലാൽ അറിഞ്ഞാൽ സൂമൂലി റൂയത്തിഹി വ അഫ്തിറൂലി റൂയത്തിഹി, അതിന്റെ റൂയത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം? നോമ്പും പിടിക്കണം, നോമ്പ് വിടുകയും ചെയ്യണം. ഈ റൂയത്താണ് ഇപ്പൊ പ്രശ്നമാക്കിയിട്ടുള്ളത്. ഇതെന്താ? ഇതാണ് കലണ്ടറിന്റെ ബേസിസ്. ഇതാ ചന്ദ്രൻ. ചന്ദ്രൻ എങ്ങനെയുണ്ടോ അങ്ങനെ ആവണം ഡേറ്റ് എന്നതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. യസ്അലൂനക അനിൽ അഹില്ലത്തി ഖുൽ ഹിയ മവാഖീതുൽ ലിന്നാസ്. അപ്പൊ ഇത് ഞാൻ അറിയുന്നതും നിങ്ങൾ അറിയുന്നതും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഡോക്ടർക്ക് മരുന്ന് മനസ്സിലാകും, മരുന്നിന്റെ പുസ്തകം എൻ്റെ അടുത്ത് കിട്ടിയാൽ എനിക്കത് മനസ്സിലാവില്ല, ഡോക്ടർക്കേ മനസ്സിലാവുള്ളൂ. അതേമാതിരി അള്ളാഹു ഈ ഗ്രന്ഥത്തിൽ എല്ലാ കാര്യങ്ങളും അടക്കി വെച്ചിട്ടുണ്ടെന്ന് ഖുർആൻ തന്നെ പറയുന്നു. അപ്പോൾ ഈ ചന്ദ്രമാസത്തിന്റെ ഗണനത്തെ പറ്റി അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ആ ശാസ്ത്രം അറിഞ്ഞവർക്കേ മനസ്സിലാവുള്ളൂ. അപ്പൊ മറ്റുള്ളവർ എന്ത് ചെയ്യണം? അറിവ് പഠിച്ച് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അംഗീകരിക്കണം. അല്ലെങ്കിൽ എന്താകും? കുഴിയിൽ പോയി വീഴും. ഞാൻ ഒരു വഴിയിൽ കൂടി പോവുകയാണ്, അവിടെ ആ വഴിയിൽ എപ്പോഴും നടക്കുന്ന ആളുകൾ, സാധാരണക്കാരുണ്ട്. അവർക്കറിയാം കുഴി എവിടെയുണ്ടെന്നുള്ളത്. അവരെന്നോട് വന്ന് പറയാൻ, അതിൽ പോകരുതേ, അതിൽ കുഴിയുണ്ട്, ഞാൻ പോകാൻ പാടുണ്ടോ? അല്ലല്ല, ഇത് ജോലിക്കാരാണ്, ഇവർ പറയുന്നത് ഞാൻ എന്തിനു കേൾക്കണം? ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പോയാൽ എന്ത് സംഭവിക്കും? കുഴിയിൽ വീഴും. അതാണ് അറിവ് ഉള്ള അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? അറിവ് പഠിക്കണം. ആര് പറഞ്ഞാലും, ആര് പറഞ്ഞു എന്നല്ല നോക്കേണ്ടത്, അറിവാണ് നോക്കേണ്ടത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹു ഖുർആനിൽ ഈ പറഞ്ഞ യസ്അലൂനക അനിൽ അഹില്ലത്തി ഖുൽ ഹിയ മവാഖീതുൽ ലിന്നാസി വൽ ഹജ്ജ്, രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അഹില്ലത്ത് എന്ന് വെച്ചാൽ എന്താ? ഖുർആനിൽ ഒറ്റ സ്ഥലത്തെ അഹില്ലത്തുള്ളൂ. ഹിലാൽ എന്ന പദം ഖുർആനിൽ കാണുന്നില്ല. അപ്പൊ അള്ളാഹു ഖുർആനിൽ വളരെയധികം സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ചിന്തകന് മനസ്സിലാകും. വളരെയധികം സാങ്കേതിക പദങ്ങളുണ്ട്. ഈ സാങ്കേതിക പദങ്ങൾ തർജ്ജമ ചെയ്യുമ്പോൾ അത് മാറിപ്പോകും. അത് മാറ്റാൻ പാടില്ല. ഒരാളുടെ പേരുണ്ട്, പേരുകളുടെ അർത്ഥം ഉണ്ടാവും, അതും മാറ്റാൻ പാടില്ല. ആ പേര് അങ്ങനെ തന്നെ വെക്കണം. അപ്പൊ ഈ യസ്അലൂനക അനിൽ അഹില്ലത്തി എന്നത് അഹില്ലത്തിനെ പറ്റി അവർ ചോദിച്ചു എന്ന് പറയല്ലാതെ, അല്ലെങ്കിൽ അതിനെ വിസ്തരിച്ചുകൊണ്ട് വളരെ വലിയ വ്യാഖ്യാനങ്ങൾ എഴുതേണ്ടി വരും. അത് പറയാൻ പറ്റില്ല. ഈ അഹില്ലത്ത് എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത് ഈ ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങളാണ്. അത് പിന്നെ അതിന്റെ വ്യാഖ്യാനത്തിൽ തന്നെ മനസ്സിലാവും. അത് എഴുതിയിട്ടുണ്ട്. അവർക്ക് ഇത് എങ്ങനെയാണ് വലുതാകുന്നത്, എങ്ങനെയാണ് ചെറുതാകുന്നത് ഒന്നും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അത് എങ്ങനെയാണ് ആകുന്നത് എന്നാണ് അവർ ചോദിച്ചത്. അപ്പൊ അള്ളാഹുവിനറിയാം ഈ മനുഷ്യർക്ക് അത് ഗ്രഹിക്കാനുള്ള കഴിവില്ല. അവർ വളരെ ഒന്നും അറിയാത്ത അവസ്ഥയിലാണ് അന്ന് ഉണ്ടായിരുന്നത്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നാ ഉമ്മത്തുൻ ഉമ്മിയ്യത്തുൻ ലാ നക്തുബു വലാ നഹ്ഫദ്. ഞങ്ങളാണെങ്കിൽ ഈ എഴുത്തും വായനയൊന്നും ഉപയോഗിക്കാത്ത ഒരു ജനതയാണ്, നമുക്കതൊന്നും പറ്റുകയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന് അഹില നോക്കിയിട്ട് ചെയ്താൽ മതി എന്ന് പഠിപ്പിച്ചു. അഹില എന്ന് പറഞ്ഞ വൃദ്ധിക്ഷയം. ഇത് നോക്കിയിട്ട് നമുക്ക് ഏത് കാലത്തും കാലഗണന നടത്താൻ പറ്റും. ഇതിപ്പോൾ മീൻ പിടിക്കാൻ പോകുന്ന ആളുകളോട് ചോദിച്ചാൽ പോലും മനസ്സിലാവുന്ന കാര്യമാണ്. ഇന്ന് സൂര്യൻ, ഇന്ന് ചന്ദ്രൻ എവിടെ ഉണ്ടെന്ന് അവർക്കറിയാം. അത് കണ്ടില്ലെങ്കിൽ അവർ ഈ വേലിയേറ്റം വേലിയിറക്കം നോക്കിയിട്ട് അവരത് പറയും. അതിനൊരു ശാസ്ത്രം തന്നെ വേറെ ഉണ്ട്. ആ ടൈറ്റിൽ ടേബിൾസ് നോക്കിയാൽ ഏത് സമയത്ത് എപ്പോൾ ഈ വെള്ളപ്പുക ഉണ്ടാവും, താഴും, ഇതെല്ലാം ഈ ചന്ദ്രന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ശരിയാക്കിയതാണ്. അതൊക്കെ ആ ശാസ്ത്രങ്ങൾ അറിഞ്ഞവർക്ക് അറിയും. ശാസ്ത്രം അറിയാത്ത ഈ കടലിൽ പോകുന്നവർക്കും ഇത് മനസ്സിലാവും. അതേമാതിരി തന്നെ ശാസ്ത്രം അറിയാത്ത ഈ ജനങ്ങൾക്കും എപ്പോഴാണ് 1-ാം തീയതി, എപ്പോഴാണ് 2-ാം തീയതി, എപ്പോഴാണ് 7-ാം തീയതി എന്നൊക്കെ മനസ്സിലാവും. പക്ഷെ അവർ ഇതിനെ നോക്കണം, നോക്കിയാലേ മനസ്സിലാവും. നിങ്ങൾ ആരെങ്കിലും ഇന്ന് കാലത്ത് ചന്ദ്രനെ നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇന്ന് ചന്ദ്രന്റെ ആകൃതി പകുതിയാണ്, ഹാഫ് എത്തിയിട്ടുള്ളൂ. ഇന്നലെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഹാഫിൽ കൂടുതലുണ്ട്. ഈ ഹാഫിൽ കുറയുന്ന ദിവസം നാളെ രാവിലെ നിങ്ങൾ നോക്ക്. നാളെ രാവിലെ നോക്കിയാൽ ചന്ദ്രൻ ഹാഫിൽ നിന്ന് കുറയുകയും ഒരു വളവ് ഉണ്ടായി ഹിലാലിന്റെ ആകൃതി 2 കോർണേഴ്സ് ഡെവലപ്പ് ചെയ്ത് ഉണ്ടായി. അത് ഒരു ഹിലാലിന്റെ രൂപത്തിലായി ഉണ്ടെന്ന് നിങ്ങൾക്ക് നാളെ കാലത്ത് സൂര്യ ഉദയത്തിന് മുമ്പ് കാണാൻ പറ്റും. ഇതിൽ നിന്ന് മനസ്സിലായത് എന്താണ്? ഇത് കുറെ ഗവേഷണം ചെയ്താലേ മനസ്സിലാവുള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞു തന്നതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലായി. അതായത് തിങ്കളാഴ്ചയാണ് നാളെ, അടുത്ത തിങ്കളാഴ്ച ദുൽഖഅദ് 1 എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഇത് തീർച്ചയാണ്, ഇത് യാതൊരു വ്യത്യാസമില്ല. ഇത് മാസം കാണുന്നവരെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഒരു തത്വങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അതിലധികം റസൂൽ പറഞ്ഞിട്ടില്ല. എല്ലാ കാര്യവും നോക്കിക്കോളൂ നിങ്ങൾ. നമസ്കാരത്തെ പറ്റി പറഞ്ഞ എന്താണ്? നമസ്കാരത്തിന്റെ ഫർളും സുന്നത്തും മറ്റേതും മറിച്ചതും ഒന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. പറഞ്ഞ എന്താണ്? സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ നമസ്കരിച്ചോളില്ല. അപ്പോൾ സഹാബത്ത് എന്ത് ചെയ്തു? നോക്കി നോക്കി റസൂൽ എങ്ങനെയാ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ചെയ്തത്. അപ്പൊ മനസ്സിലാക്കിയപ്പോൾ എന്താവുമെന്നറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല മാറി നമസ്കരിച്ചിട്ടുണ്ട്. ചില സമയത്ത് കൈ മേലെ കെട്ടും, ചില സമയത്ത് കുറച്ച് താഴെ കെട്ടും, ചില സമയത്ത് തീരെ കെട്ടൂല. ഇങ്ങനെയൊക്കെ നമസ്കരിക്കുന്നത് ആളുകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ആളുകളാണെങ്കിൽ ഇത് അറിയാൻ വേണ്ടി റസൂലിന്റെ അടുത്ത് വരുന്നതാണ്. എപ്പോഴും താമസിക്കാൻ പറ്റില്ല. ഒരാൾ വരും വളരെ ദൂരത്ത് നിന്ന് വന്ന് റസൂലിന്റെ കൂടെ താമസിക്കും. ഒരു ദിവസം 2 ദിവസം താമസിച്ചിട്ട് പോകും. അപ്പോൾ റസൂൽ എങ്ങനെയാണോ നമസ്കരിച്ചത് അതുപോലെയാണ് അയാൾ നാട്ടിൽ പോയി നമസ്കരിച്ചത്. അപ്പൊ അയാളെ പിൻപറ്റിയ ജനങ്ങൾ അവർ കണ്ട ആൾ എങ്ങനെ നമസ്കരിക്കുന്നു അങ്ങനെയാണ് നമസ്കരിച്ചത്. ഇങ്ങനെ പല മാതിരി നമസ്കരിക്കുന്ന ആളുകൾ പിന്നീട് ഉണ്ടായി. അപ്പോഴാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലം വരുന്നത്. അദ്ദേഹം പലരെയും പല മാതിരി നമസ്കരിക്കുന്നതായിട്ട് കണ്ടപ്പോൾ ഇതെന്താണ് സംഭവം? ഇത് നമസ്കാരം ഇങ്ങനെ പല മാതിരിയാണല്ലോ, ഇതിങ്ങനെ വിട്ട ഇത് യാതൊരു അടിസ്ഥാനവും ഇല്ലാതായി പോയല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നുന്നത്. ഇത് അള്ളാഹുവാണ് ആ മനസ്സിലിടുന്നത്. അപ്പൊ പിന്നെ അദ്ദേഹം ഗവേഷണം ചെയ്തു, ഇതെന്താണ്? അപ്പൊ ഫർദ് സുന്നത്ത് ഇതെല്ലാം വേർതിരിച്ച് ഖുർആനും അതിൽ ഹദീസുകളും അന്ന് ഹദീസ് എഴുതപ്പെട്ടിട്ടില്ല. ഇങ്ങനെ മനസ്സിലാക്കി തരം തിരിച്ച് ഉണ്ടാക്കിയതാണ്. അതേമാതിരി തന്നെയാണ് ഈ സൂമൂലി റൂയത്തിഹി വാഫ്തിറൂലി റൂയത്തിഹി. നാം അതിനെ ഇപ്പോൾ അതിന്റെ വാക്കർത്ഥത്തിൽ പിടിച്ചും കൊണ്ട് കാണണം എന്ന വാദത്തിലാണുള്ളത്. കണ്ടാൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ അബദ്ധമാണത്. അത് കാണുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ട മാതിരി 48 മിനിറ്റ് വ്യത്യാസം വന്നാൽ മാത്രമേ കണ്ണിന് കാണുള്ളൂ. അതിന് മുമ്പേ കാണാൻ പറ്റില്ല. അപ്പൊ ആരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 2 മിനിറ്റ് 3 മിനിറ്റ് 4 മിനിറ്റ് 5 മിനിറ്റ് ഇതൊന്നും കണ്ണിന് കാണൂല. 30 മിനിറ്റ് കണ്ണിന് കാണൂല. കഴിഞ്ഞ റമദാൻ ഇവിടെ തുടങ്ങിയത് എങ്ങനെയാണ്? ആരാണ് കണ്ടത്? പക്ഷെ എല്ലാവരും ഭാഗ്യവശാൽ ശരിയായ ദിവസത്തിൽ തന്നെ റമദാൻ തുടങ്ങിയതൊരു വലിയ അത്ഭുതം തന്നെയാണ്. ഇന്റർനെറ്റിൽ വളരെയധികം പ്രചാരം ഉണ്ടായിരുന്നു. വ്യാഴാഴ്ച വൈകുന്നേരം എവിടെയും പിറവി കാണുകയില്ല. പിന്നെ ഇങ്ങനെ വെള്ളിയാഴ്ച നോമ്പായി. 12 മിനിറ്റ് ചന്ദ്രൻ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇനി കുറെ അങ്ങോട്ട് പോയാൽ ഉണ്ടാവില്ല. ആ ഫിജി ആ ഭാഗത്ത് പോയപ്പോ അവിടെ ചന്ദ്രനില്ല, കാണൂല. അവരും കൂടി നോമ്പെടുത്തു. ഇതെങ്ങനെ? ഇതൊന്നും പഠിച്ച് മനസ്സിലാക്കാതെ നമ്മൾ തോന്നിയതൊക്കെ പറഞ്ഞുകൊണ്ട് അതും ഇതും എഴുതി ജനങ്ങളെ മുഴുവൻ കുഴപ്പത്തിലാക്കാൻ എന്താണ് വേണ്ടത്? അഭിപ്രായ വ്യത്യാസമുള്ളവരൊക്കെ ഒരു സ്ഥലത്ത് ചേരാ, എന്നിട്ട് പഠിക്കാം, മനസ്സിലാക്കാം, എന്നതിന് ശേഷം മറ്റുള്ളവർക്കിടാം. അല്ലെങ്കിൽ ഇത് അതും ഇതും പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലാക്കിയാൽ മുഴുവൻ കുഴപ്പമില്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. അത് ഉണ്ടാകരുത് എന്നാണ് നമ്മുടെ ആഗ്രഹം. മുസ്ലിം ജനത ഒരു ദിവസത്തിൽ ആചരിക്കേണ്ട പെരുന്നാൾ 2-3 ദിവസങ്ങളിൽ ഇപ്പൊ ലോകത്തിൽ ആചരിക്കുന്നുണ്ട്. അപ്പൊ ഇന്നല്ല, നിങ്ങൾക്ക് ഇന്നായിരിക്കും മനസ്സിലായിട്ടുണ്ടാവാം. ഞാൻ ഈ വിഷയം വളരെ മുമ്പേ പഠിക്കുന്ന 65 മുതൽ ഉള്ള ഡേറ്റ എല്ലാം എൻ്റെ അടുത്തുണ്ട്. ഈ 65 മുതൽ ഒരു പ്രാവശ്യവും ഇവിടെ റമദാൻ ശരിക്കും തുടങ്ങിയിട്ടില്ല എന്നതാണ് വാസ്തവം. കേരളത്തിൽ 1-2 ദിവസം ആയിട്ടുണ്ടാവാം, മറ്റ് സ്ഥലങ്ങളിൽ ഒരിക്കലും ആയിട്ടില്ല. അതായത് കണ്ടാലേ തുടങ്ങുള്ളൂ. അവർ കണ്ടാൽ തുടങ്ങിയാൽ ഇത് ശരിയാവും. ഇതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഖുർആനിൽ പറഞ്ഞത് എന്താണ്, നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഖുർആനും നമ്മുടെ ഈ ചര്യയും ഒരുപോലെ പോകുന്നുണ്ടോ എന്നുള്ളതാണ്. അത് നമ്മൾ നോക്കണം, നോക്കി മനസ്സിലാക്കണം. ഖുർആനിൽ പറഞ്ഞത് ചന്ദ്രന്റെ അഹില്ലയാണ് ഡേറ്റ്. അപ്പൊ ഡേറ്റ് എന്താണ്, ഡേ എന്താണ്? ഇതൊരു വലിയ കുഴപ്പം പിടിച്ച ഏർപ്പാടാണ്. ചന്ദ്രനാണ് ഡേറ്റ് കാണിക്കുന്നത്, ഡേ കാണിക്കുന്നത് സൂര്യൻ. ഇത് രണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കോറിലേറ്റ് ചെയ്യേണ്ടി വരും. അത് ചെയ്യാതെ പറ്റില്ല. ഡേ തുടങ്ങാനായിട്ട് ലോകത്ത് ഒരു സ്ഥലം നിശ്ചിതമാണ്. ആ സ്ഥലത്തു നിന്നാണ് എല്ലാ ദിവസങ്ങളും ദിനങ്ങളും തുടങ്ങുന്നത്. വേറെ എവിടെയും ദിവസം തുടങ്ങാൻ പറ്റില്ല. ഇതൊരു പരമാർത്ഥം, എല്ലാവരും അംഗീകരിച്ച ഒരു സത്യവും കൂടിയാണ്. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാകുന്നു എന്ന് നോക്കിയാൽ വളരെ എളുപ്പമാണ്. നമ്മുടെ ശരീഅത്ത് അള്ളാഹു ഖുർആനിലൂടെ, അള്ളാഹു ഈ മതത്തിലൂടെ, ഈ മത ആചാരങ്ങൾ ചര്യകളിലൂടെ നമ്മെ ഈ സയൻസാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് 5 വക്ത് നമസ്കാരമുണ്ട്. ഒരു ദിവസം 5 വക്താണ്. അത് തുടക്കം എപ്പോൾ, അവസാനം എപ്പോൾ, ഇതെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ അവസാനത്തെ നമസ്കാരം വിത്തർ കൊണ്ടാക്കണം എന്ന് പറഞ്ഞു. വിത്തർ എവിടെ എത്തും നിനക്കറിയാം.
അപ്പോൾ സുബുഹ് മുതൽ സുബാണ് ആദ്യത്തെ നമസ്കാരം, ഇങ്ങനെ 5 നമസ്കാരം ഒരു ദിവസം. ഇങ്ങനെ ദിവസം നമുക്ക് മനസ്സിലായി. പണ്ട് കാലത്ത് ലോകത്തെ പറ്റി അറിയില്ല. റസൂലിന്റെ കാലത്ത് അമേരിക്ക അറിഞ്ഞിരുന്നില്ല. ഈ അടുത്ത കാലത്താണ് അമേരിക്ക കണ്ടുപിടിച്ചത്. അമേരിക്ക ഇല്ലാത്ത ഹെമിസ്ഫിയർ ആയിരുന്നു അന്നത്തെ ലോകം. അറിയില്ല, അത്രയ്ക്ക് മനുഷ്യരുടെ അറിവുണ്ടായിരുന്നു. പക്ഷെ മനുഷ്യരുണ്ട് അവിടെ. അങ്ങനെ ഇത് നമുക്കപ്പോൾ ശരിക്കും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ സുബുഹ് ഇങ്ങനെ നമസ്കരിച്ചുകൊണ്ട് 5 നമസ്കാരം ഒരു ദിവസം എന്നുള്ള ചട്ടപ്രകാരം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ വെള്ളിയാഴ്ച വരുമ്പോൾ ലുഹറില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. വെള്ളിയാഴ്ചക്ക് ലുഹറുണ്ടോ? ലുഹറില്ല. അതേ സമയത്താണ് ജുമാ നമസ്കരിക്കേണ്ടത്. ഇങ്ങനെ വരുമ്പോൾ ഈ ഗോളമായ ഭൂമിയിൽ എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കണം. അതായത് സൂര്യൻ നേരെ വരുന്നവരെല്ലാം എന്താ നമസ്കരിക്കുന്നത്? ലുഹർ നമസ്കരിക്കും. ഇങ്ങനെ വ്യാഴാഴ്ചന്റെ ലുഹർ ഒരു സ്ഥലത്ത് ഇങ്ങനെ തുടങ്ങിക്കൊണ്ടുപോയി കറങ്ങി ഇങ്ങനെ വന്നാൽ ആ തുടങ്ങിയ സ്ഥലത്ത് എത്തിയാൽ അവിടെ വ്യാഴത്തിന്റെ ലുഹർ അവസാനിക്കുകയും വെള്ളിയാഴ്ച ലുഹറില്ലല്ലോ, ജുമാ തുടങ്ങുകയും വേണം. അപ്പോൾ എന്താകും? തൊട്ടടുത്ത 2 സ്ഥലങ്ങളിൽ ജുമായും ലുഹറും സംഭവിക്കുന്ന ഒരു സ്ഥലം ലോകത്ത് അനിവാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഭൂമി ഉരുണ്ടതാണ്. ഇതാർക്കും എതിർക്കാൻ പറ്റില്ല. ഖുർആനും പറയുന്നത് ഗോളം തന്നെയാണ്. പക്ഷെ ഖുർആൻ മനസ്സിലാകാതെ ചില ആളുകൾ മുമ്പ് പറഞ്ഞു പോയത് അത് അവരുടെ അറിവ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമുക്ക് അവരെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. അവരെ ചിന്താഗതി നമുക്കുണ്ടാകാൻ പറ്റില്ല. കാരണം അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ. അവർ ഖുർആനിൽ ചിന്തിക്കുന്നില്ലേ? അവരുടെ മനസ്സുകളിൽ പൂട്ടിയിരിക്കുകയാണോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ ചിന്താഗതി പഴയ കാലത്തുള്ള മാതിരി ആയിരിക്കില്ല. കാരണം പഴയ കാലത്ത് ഇല്ലാതിരുന്ന കുറേ ആനുകൂല്യങ്ങൾ ഞങ്ങൾക്കിപ്പോൾ അള്ളാഹു തന്നിട്ടുണ്ട്. അത് നാം ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായി? നമ്മുടെ ചിന്താഗതിയും പഴയ ആളുകളുടെ ചിന്താഗതിയും തീർച്ചയായിട്ടും ഒരുപോലെ ആവില്ല. ഇത് അള്ളാഹുവിന് അറിയാലോ ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഇനി ഒരു 1000 വർഷം കഴിഞ്ഞാൽ മനുഷ്യർ എന്ത് ചെയ്യും എന്നുള്ളതൊക്കെ അവനറിയാം. അപ്പൊ അതിനെല്ലാം ശരിയായ രീതിയിലാണ് ഏത് ഖുർആൻ ഒരിക്കലും പഴയതാവില്ല. ഇത് ഔട്ട് ഓഫ് ഡേറ്റ് ആവില്ല. പക്ഷെ ഖുർആനിൽ പറയുന്നുണ്ട്, ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറയും, എൻ്റെ ഈ ഖുർആനെ മനുഷ്യർ പഴയതായിട്ട് വിട്ടുകളഞ്ഞു. ഖുർആൻ ഒരിക്കലും പഴയതാവില്ല. അതെപ്പോഴും പുതിയതാണ്. അതിൽ നിയമങ്ങൾ ഉണ്ടാവും. എപ്പോൾ എല്ലാ കാലത്തേക്കും ശരിയായതാണ്. അത് നമ്മൾ പഴയ മാതിരി തന്നെ തർജ്ജമ ചെയ്തെങ്കിൽ ഈ കുഴപ്പമുണ്ടാവും. നമ്മൾ അന്ന് അവരങ്ങനെയാണല്ലോ ചെയ്തത്, അതുകൊണ്ട് അങ്ങനെ തന്നെ ഇപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ പഴയതാകും. അപ്പൊ അതാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരങ്ങനെയാണല്ലോ അന്ന് ചെയ്തിരുന്നത്. അതുകൊണ്ട് നമ്മൾ അതേപോലെ തന്നെ ഇന്നും പിന്തുടരണം എന്ന്. അപ്പൊ ആ ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. എന്തുകൊണ്ടാണ്? വൈദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹു ഖാലൂ ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാ. അവരോട് ഈ ഖുർആനിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക, ഇത് നിങ്ങൾ അള്ളാഹു ഇറക്കിയതിനെ കൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ പറയും, ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്തത് നമുക്ക് മതി, അത് തന്നെയാണ് ഖുർആൻ, അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. കാരണം അവരുടെ അറിവും ആനുകൂല്യങ്ങളും കഴിവും ഉപയോഗിച്ചുകൊണ്ട് അത് പ്രകാരമാണ് അവർ അമൽ ചെയ്തത്. അവർക്ക് പിന്നെ നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്ന മാതിരി സഞ്ചരിക്കാൻ പറ്റില്ല. അവർക്ക് അമേരിക്കയുമായിട്ട് ബന്ധപ്പെടാൻ പറ്റില്ല. അവിടെ കാണുന്ന സംഗതികൾ അവർക്ക് കാണാനും പറ്റില്ല. നമ്മളിപ്പോൾ ഇവിടെ നിന്നിട്ടുണ്ട് നമുക്ക് ഇപ്പം തന്നെ അമേരിക്കയുമായിട്ട് ബന്ധപ്പെടാം. ഓപ്പോസിറ്റ് സൈഡിലാണ്. അവർക്കത് പറ്റില്ല. അപ്പോൾ അവരോട് ചോദ്യം ചെയ്യുന്നതും നമ്മോട് അള്ളാഹു ചോദ്യം ചെയ്യുന്നതും വേറെയായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള ആനുകൂല്യങ്ങൾ നമ്മൾ അംഗീകരിക്കുകയും അതുപോലെ ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഈ ദീൻ പരിഹസിക്കപ്പെടും. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാം എന്ത് ചെയ്യണം? ഈ വിഷയം വളരെ ഗഹനമായി പഠിക്കുകയും മനസ്സിലാക്കുകയും അത് പ്രവർത്തനത്തിൽ വരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതിപ്പോൾ ആർക്കാ ചെയ്യാൻ പറ്റണമെങ്കിൽ അതിന് ഒരു വിത്ത് വിതക്കണമെങ്കിൽ അത് ശരിയായ സ്ഥലത്ത് വിതച്ചാൽ മാത്രമേ അത് മുളക്കുകയുള്ളൂ, അത് വളരുകയുള്ളൂ. അത് ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയി വിത്തിട്ടാൽ തീർച്ചയായിട്ടും അത് വളരുകയില്ല. ഇന്ന് ലോകം നമ്മൾ നോക്കിയാൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പലതുമുണ്ട്. പക്ഷെ അവിടെ ഇസ്ലാം ഇല്ല. ഇസ്ലാം പ്രചരിപ്പിക്കാനും അവിടെ പറ്റില്ല.
അവിടെ ഒന്നും പറയാൻ പറ്റില്ല. പറയാനുള്ള സ്വാതന്ത്ര്യം മറ്റു രാജ്യങ്ങളിൽ, അത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. അത് വളരെ അഭിമാനത്തോടെയാണ് ഞാൻ പറയാം. ഇന്ത്യയിൽ മാത്രമേ ഈ പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളൂ. ഇവിടെ എന്തും പറയാം. പക്ഷെ ഇന്ത്യയിലും മറ്റു സ്ഥലങ്ങളിൽ നമ്മൾ എന്തും പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ളവരില്ല. പക്ഷെ കേരളത്തിൻ്റെ സ്വഭാവം അങ്ങനെയല്ല. കേരളത്തിൽ അറിവുള്ള ജനങ്ങൾ അധികമുണ്ട്, യാതൊരു സംശയമില്ല. ഞാൻ പല സ്ഥലങ്ങളും നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജനങ്ങൾക്ക് പറഞ്ഞാൽ കാര്യം മനസ്സിലാവും, ഇവിടെ അത് പ്രചരിപ്പിക്കുവാനും സാധിക്കും. കേരളക്കാർ ഇത് ശരിയായ ഈ വ്യവസ്ഥ അംഗീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലോകം മുഴുവനും ഇത് അംഗീകരിക്കുകയും ചെയ്യും. പക്ഷെ ഈ ചെയ്യാൻ പ്രാപ്തിയുള്ളവർ ഇത് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ അടുത്ത് നാളെ നാം ഇതിന് ഉത്തരം പറയേണ്ടി വരും. ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മൾ അത് ചെയ്തില്ല എന്ന കുറ്റം നമ്മളിൽ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉത്ബുദ്ധരായ ജനങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിക്കുകയും പഠിക്കുകയും ഇത് മനസ്സിലാക്കി ഇതിന് ശരിയായ ഒരു രൂപം കൊടുക്കുകയും വേണം. ഇസ്ലാമിൻ്റെ കലണ്ടറാണ് ഇത്, എന്നേക്കും നിൽക്കേണ്ട കലണ്ടറാണ്, പണ്ട് കാലത്തെ ഉള്ളതാണ്. അത് നാം എന്ത് ചെയ്യണം? ചിന്തിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിച്ചു. ഒരു ചെറിയ ഉദാഹരണം പറയാം. മക്കയിൽ ജനിച്ചു. എപ്പോൾ ജനിച്ചു? പഴയ കലണ്ടർ പ്രകാരം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മക്കയിൽ ഉദിക്കുന്നതിന് മുമ്പായി ജനിച്ചു. ആ സമയത്ത് മറ്റ് പ്രദേശങ്ങളിൽ സമയം എന്തായിരുന്നു? ആ സമയം തന്നെയാണോ? ആ ദിവസം തന്നെയാണോ? ഒരിക്കലും ആവില്ല. വേറെ സ്ഥലത്ത് ദിവസം മാറിയിട്ടുണ്ടാവും, ടൈം മാറിയിട്ടുണ്ടാവും. ആ ഒരു സ്ഥലത്താവില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് 12-ാം തീയതി തിങ്കളാഴ്ച അല്ലെന്ന് ലോകത്തിലുള്ള ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇത് റെക്കോർഡിങ്ങിൻ്റെ ഒരു വ്യവസ്ഥയാണ്. ഇതൊക്കെ നാം മനസ്സിലാക്കണം. മറ്റുള്ളവർക്ക് പഠിപ്പിക്കേണ്ടവർ മുസ്ലിമീങ്ങളാണ്. നമുക്ക് തന്നെ ഇതിൻ്റെ ഒരു വ്യവസ്ഥ അറിയില്ലെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു മോശമായിട്ട് തന്നെ തീരും. അപ്പോൾ നമ്മൾ ഈ സംഗതി മനസ്സിലാക്കണം. ഇപ്പം ഒരാൾക്കൊരു കുട്ടി ജനിക്കുന്നു. ആ ഭർത്താവ് ഇവിടെയാണ്, ഭാര്യ അമേരിക്കയിലാണ് ഉള്ളത്. കുട്ടി അവിടെ ഉച്ചക്കാണ് ജനിച്ചത്, അമേരിക്കയിൽ. ആ സമയത്ത് അവിടുന്ന് വിളിച്ചു പറയുന്നു ഇവിടത്തേക്ക്. വിളിച്ചു പറഞ്ഞപ്പോൾ ഇവിടെ വെള്ളിയാഴ്ച ഉച്ചക്കാണ് അവിടെ ജനിച്ചത്, ഒരു 2 മണിക്ക് ജനിച്ചെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ത്യയിലെ സമയപ്രകാരം അത് ശനിയാഴ്ച രാവിലെ 2 മണിയാണ്. അപ്പോൾ ഏത് സമയപ്രകാരമാണ് ഈ കുട്ടിയുടെ ജനനം കുറിക്കേണ്ടത്? നമ്മളെ ഈ ഇന്ത്യൻ ടൈം പ്രകാരമാണോ, അതല്ല കുട്ടി ജനിച്ച സ്ഥലത്തുള്ള ടൈമാണോ? തീർച്ചയായിട്ടും ആ ജനിച്ച സ്ഥലത്തിന്റെ ഡേറ്റേ കുറിക്കാൻ പറ്റുള്ളൂ, ഇവിടത്തെ കുറിച്ചാൽ ശരിയാവില്ല. അതേ ഗതി തന്നെയാണ് ഈ പിറവിയുടെ. ഈ പിറവി ഒരു സ്ഥലത്തല്ല ജനിക്കുന്നത്, ലോകത്ത് പല സ്ഥലത്ത് ജനിക്കും. പിറവിയുടെ ജനനമാണ്. അത് ജനിച്ചു കഴിഞ്ഞാൽ ഹിലാൽ അതിനു മുമ്പേ തന്നെ പ്രത്യക്ഷമാകും ലോകത്ത്. അതിന് ചില ഇതൊക്കെ ഉണ്ട്, അപ്പം അതൊക്കെ പറഞ്ഞാൽ ഇപ്പം ഇവിടെ സമയമില്ല. അപ്പം അങ്ങനെ ഈ പ്രാവശ്യത്തെ ഈദുൽ ഫിത്റിന്റെ പിറവി അമേരിക്കയിലാണ് പ്രത്യക്ഷമായത്. അമേരിക്കക്കാർ ഒരു വലിയ ഗ്രഹണം തന്നെ കണ്ടുവന്നു. ആ ഗ്രഹണം കണ്ടതോടെ റമദാൻ മാസം അവിടെ അവസാനിച്ചു. പിന്നെ ആളുകൾ പറയും ആ കണ്ടതോടെ അറിഞ്ഞതോടെ നോമ്പ് മുറിക്കണ്ടേ എന്നാണ്. അങ്ങനെയല്ല, നോമ്പ് റമദാനിൽ തുടങ്ങിയ നോമ്പാണ്. അപ്പോൾ അവിടെ അവസാനിപ്പിക്കാൻ പറ്റില്ല. ഉദാഹരണം പറയാം, നമ്മൾ ഒരു പള്ളിയിൽ പോകുമ്പോൾ ഇമാം അവിടെ 2ാമത്തെ റക്കത്തിലാണുള്ളത്. അപ്പോൾ നമ്മൾ 4 റക്കത്ത് നമസ്കരിക്കേണ്ട നമസ്കാരം ഇമാമിൻ്റെ കൂടെ സലാം വിട്ടാൻ പറ്റുമോ? പറ്റില്ല, അത് പൂർത്തിയാക്കും. അതേ ഹുക്കും തന്നെയാണ് ഇവിടെയും. സുമ്മാത്തി മുസ്യാമയിലല്ലൈൽ, രാത്രി വരെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ നോമ്പ് പൂർത്തീകരിക്കുക എന്നുള്ള നിയമമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ തുടങ്ങിയ നോമ്പ് അവർ പൂർത്തീകരിക്കും. പിന്നീട് ശനിയാഴ്ച തുടങ്ങുന്നവർക്ക് നോമ്പെടുക്കാൻ പാടില്ല, ഹറാമാണ്. അത് ഞാൻ മുമ്പേ തന്നെ അറിയിച്ചിരുന്നു. അത് മനസ്സിലാക്കാൻ കഴിയാത്തവർ വെറുതെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി നോട്ടീസുകളും അതും ഇങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ഒരു സ്ഥലത്ത് ചേരാ, ഡിസ്കസ് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇത് പരിഹരിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ കുഴപ്പമുണ്ടാക്കി ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യരുത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആർക്കെങ്കിലും ഈ കാര്യം മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ ഇവിടെ ഖുർആൻ സൊസൈറ്റിയിൽ ഈ ക്ലാസ് മറ്റേ ഫോറമുണ്ട്, ഫോറത്തിൽ അപ്രോച്ച് ചെയ്യുക, അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, ഡിസ്കസ് ചെയ്യുക, എന്നിട്ട് കാര്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് വന്നാൽ മാത്രമേ ഈ ഇസ്ലാമിക കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത് ഒരു വലിയ വിഷയം തന്നെയാണ്, ലോക വിഷയമാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ഉത്ബുദ്ധരായ ജനങ്ങൾ ഇതിന്
ശരിക്ക് തയ്യാറാവുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇനി ചെറിയൊരു കണക്കിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മളെല്ലാവരും ബുദ്ധിയുള്ളവരാണ്, അറിവുള്ളവരാണ്. അള്ളാഹു എല്ലാവർക്കും ചിന്തിക്കാൻ ബുദ്ധി തന്നിട്ടുണ്ട്. നാം വളരെയധികം ആളുകളുള്ള സ്ഥലത്ത് വളരെയധികം അഭിപ്രായങ്ങൾ ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസങ്ങൾ സാധാരണയാനുള്ളതാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. രണ്ട് ബിന്ദുക്കളുണ്ട്. ഈ ബിന്ദുക്കളുടെ ഇടയിൽ യോജിക്കുന്ന ഏറ്റവും ഷോർട്ടായിട്ടുള്ള ലൈൻ, ഒരു ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ട് വരക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നിങ്ങൾ ബോർഡിൽ 2 പോയിന്റ് ഇട്ട് ഒരു നേർരേഖ വരച്ചാൽ ആ നേർരേഖ അല്ലാതെ വേറൊരു ലൈൻ അത്രയും ഡിസ്റ്റൻസ് ഉള്ളത് വരക്കാൻ പറ്റില്ല. അതൊന്നാണ്. ഇതിലെല്ലാവരും എന്ത് ചെയ്യേണ്ടി വരും? ഇത് അംഗീകരിക്കേണ്ടി വരും. അതേമാതിരി തന്നെ 3 കൂട്ടിയാൽ 6 കിട്ടുള്ളൂ. ഞാൻ കൂട്ടിയാലും ശരി, നിങ്ങൾ കൂട്ടിയാലും ശരി, വേറൊരാൾ കൂട്ടിയാൽ അത് 2 വിധത്തിൽ കിട്ടൂല. അത് കണക്കാണ്. ഈ കണക്ക് അള്ളാഹു നമുക്ക് തന്നതാണ്. ഈ ബുദ്ധി നമുക്ക് അള്ളാഹു തന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് എത്ര കാലം ജീവിച്ചു എന്നുള്ള കണക്ക് നമുക്കറിയേണ്ടത്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ലിതഅലമു അദദ സിനീന വൽ ഹിസാബ്. ഈ ലിതഅലമു അദദ സിനീന വൽ ഹിസാബ് എന്ന പ്രയോഗം ഖുർആനിൽ 2 സ്ഥലത്തുണ്ട്. അതായത് ഒന്ന് ബനി ഇസ്രായേൽ സൂറത്തിൽ വരുന്നുണ്ട്, ഒന്ന് ഈ മറ്റേ യൂനുസ് സൂറത്തിൽ വരുന്നു. ഇത് രണ്ടും 2 വിധത്തിലുള്ള അർത്ഥമാണ് ഉള്ളതെന്ന് ഒരു ശാസ്ത്രജ്ഞന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഭാഷാപരമായ അറിവ് കൊണ്ട് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. ശാസ്ത്ര അറിവുണ്ടെങ്കിൽ മാത്രമേ ഈ 2 സ്ഥലത്തും 2 അർത്ഥമാണെന്ന് മനസ്സിലാവൂ. ഇവിടെ ആദ്യം പറഞ്ഞ സ്ഥലത്ത് ലിതഅലമു അദദ സിനീന വൽ ഹിസാബ്, നിങ്ങളുടെ പ്രായങ്ങളുടെ എണ്ണവും കണക്കുമൊക്കെ അറിയാൻ വേണ്ടിയാണ് ഈ രാപ്പകലുകൾ അള്ളാഹു ഉണ്ടാക്കിയത് എന്നാണ് ആദ്യത്തെ സ്ഥലത്ത് അർത്ഥം. മറ്റേ സ്ഥലത്ത് വേറൊരർത്ഥമുണ്ട്. നമ്മുടെ പ്രൊഫസർ ഫാറൂഖി അദ്ദേഹം പറയുകയുണ്ടായി. അത് ലിതഅലമു അദദ സിനീന വൽ, അത് പറയുന്നത് വഖദ്ദറഹു മനാസില ലിതഅലമു അദദ സിനീന വൽ ഹിസാബ്. ചന്ദ്രന് നാം മഞ്ചലുകൾ നിശ്ചയിച്ചു. എന്തിനു വേണ്ടി? അതിൻ്റെ പ്രായത്തിന്റെ എണ്ണവും കണക്കും അറിയാൻ വേണ്ടി. അവിടെ അതിൻ്റെ പ്രായമാണ്, മറ്റേ സ്ഥലത്ത് നമ്മുടെ പ്രായമാണ്. ഈ സിൻ എന്ന് പറഞ്ഞാൽ ആ സനത്തല്ല, അത് വേറെയാണ്. അത് ഖുർആന്റെ ഒരു പിന്നെ ടേമാണ്, സയന്റിഫിക് ടേമാണ്. സിൻ എന്ന് പറഞ്ഞത് പ്രായമാണ്, സനത്ത് എന്ന് പറഞ്ഞാൽ കൊല്ലാണ്. ഇത് രണ്ടും രണ്ട് അർത്ഥമാണുള്ളത്. പക്ഷെ സാധാരണ ഭാഷാ പണ്ഡിതന്മാർ ഇത് രണ്ടും ഒരേ തരത്തിൽ തർജ്ജമ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് കുറെ അധികം ചിന്തിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് രണ്ടും 2ആണ്. സിന്ന് എന്ന് പറഞ്ഞതും സന്നത്ത് എന്ന് പറഞ്ഞതും രണ്ടും 2ആണെങ്കിലും വാസ്തവത്തിൽ 2 ഒന്ന് തന്നെയാണ്. ഡേയും ഡേറ്റും പറയുന്നതാണ്. ഡേറ്റ് എന്ന് പറഞ്ഞാൽ ദിവസമാണ്. എത്ര ദിവസങ്ങളുണ്ട്? 7 ദിവസങ്ങളുണ്ട്. ഈ 7 ദിവസങ്ങളെ കുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്കത്തിനെയാണ് ഡേറ്റ് എന്ന് പറയുന്നത്. ഈ ഡേറ്റ് നമുക്ക് 30ഉം 29ഉം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. എത്ര? 29ഉം 30. 31 വരാൻ പാടില്ല, 28ഉം വരാൻ പാടില്ല. ഇതാണ് ഇസ്ലാമിക ചന്ദ്രമാസത്തിന്റെ വീക്ഷണം. അതപ്പം നിർണയിക്കണമെങ്കിൽ അത് ശരിയായ സയന്റിഫിക് രൂപത്തിൽ കൂടി തന്നെ നിർണയിക്കേണ്ടി. അപ്പൊ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വയസ്സ് നമ്മൾ എങ്ങനെ കണക്ക് കൂട്ടും. അപ്പൊ ഇതിന് ബോർഡ് കുറച്ച് പോയി ജനങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ്. നമ്മൾ എന്തും ആരും പറഞ്ഞാൽ വിശ്വസിക്കാൻ തയ്യാറാവും. നമുക്ക് അറിവുള്ളവർ കുറേ ആളുകളുണ്ടാവും, അറിവില്ലാത്തവർ കുറേ ആളുകളുണ്ടാവും. അറിവില്ലാത്തവർക്ക് പിന്നെ അത് മറ്റുള്ളവർ പറഞ്ഞത് വിശ്വസിക്കാതെ നിവൃത്തി ഉണ്ടാവില്ല, അവർ വിശ്വസിക്കും. പക്ഷെ അറിവുള്ളവരുണ്ടല്ലോ, അവർ ചിന്തിക്കാതെ വിശ്വസിക്കാൻ പാടില്ല. ചിന്തിക്കണം, മനസ്സിലാക്കണം, എന്നിട്ട് മാത്രമേ അംഗീകരിക്കാൻ പാടുള്ളൂ. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ഡേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതെന്നാണ്? അത് റബീഉൽ അവ്വൽ 12 3 എത്ര 11 AH ആണ്. ഇത് തിങ്കളാണ്, ഒരു തിങ്കളാഴ്ചയാണ്. ഈ 12 ഇസ്ലാമിക കലണ്ടർ പ്രകാരം അല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
3 റബിയുൽ അവ്വലാണ്, 11 AH ആഫ്റ്റർ ഹിജ്റ. ഇത് തിങ്കളാണ് ദിവസം. ഇത് ഹിസ്റ്ററിയിൽ കാണാം, ഹിസ്റ്ററി പുസ്തകങ്ങളിൽ കാണാം. ഈ 12 എന്ന് പറഞ്ഞ തീയതി പഴയ സിസ്റ്റപ്രകാരം അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ തന്നെ കലണ്ടർ അവർക്കുണ്ടായിരുന്നു. അത് ചന്ദ്രമാസ കലണ്ടർ തന്നെയാണ്. ചന്ദ്രമാസ കലണ്ടർ വളരെ പഴയതാണ്. അതിനെ കൊണ്ട് നടന്നവർ ജൂതന്മാരാണ്. ക്രിസ്ത്യാനികൾ അവർ വേറെ കലണ്ടർ പിന്നീട് അംഗീകരിച്ചു. അപ്പോൾ ജൂതന്മാരാണ് ഈ ചന്ദ്രമാസ കലണ്ടർ കൊണ്ടു നടന്നത്. അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ചന്ദ്രനെ നോക്കുന്ന കാര്യം വളരെ പ്രയാസമായ കാര്യമാണ്. കണക്കുകളൊന്നും ഒന്നും ആരും അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഈ കാലഗണനാ സിസ്റ്റം ഒരു എല്ലാവരും അംഗീകരിക്കത്തക്ക രീതിയിൽ ആക്കാൻ വേണ്ടി അവർ കൃത്രിമ ചന്ദ്രമാസം ഉണ്ടാക്കി. കൃത്രിമ ആർട്ടിഫിഷ്യൽ ലൂണാർ കലണ്ടർ ഉണ്ടാക്കി. അതിൻ്റെ സിസ്റ്റം എങ്ങനെയെന്ന് പറഞ്ഞാൽ 30, 29 ആൾട്ടർനേറ്റിംഗ് ഓർഡറാണ്. മാറി മാറി വരും. 30, 29, 30, 29 ഇങ്ങനെ വരും. അങ്ങനെ വരുമ്പോൾ 354 ദിവസങ്ങൾ മാത്രമേ ഒരു കൊല്ലത്തിനുണ്ടാവുള്ളൂ. എത്ര? 354 ദിവസങ്ങൾ. പക്ഷേ ചന്ദ്രന്റെ ഈ കറക്കപ്രകാരം നോക്കിയാൽ ചിലപ്പോൾ 355 ദിവസം വരും. അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കും? ഇത് പരിഹരിക്കണമെങ്കിൽ ഈ സോളാർ കലണ്ടറിൽ നമ്മൾ ചെയ്യുന്ന മാതിരി ലീപ്പ് ഇയർ ഉപയോഗിക്കേണ്ടി വരും. ലീപ്പ് ഇയർ ഉപയോഗിക്കാതെ ഇത് പരിഹരിക്കാൻ പറ്റില്ല. അപ്പോൾ അവരൊരു സൂത്രം കണ്ടെത്തി. അവരൊരു കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ, സാധാരണ 4 കൊല്ലത്തിൽ ഒരിക്കലാണ് നമ്മൾ ലീപ്പ് ഇയർ, അങ്ങനെയല്ല, വേറൊരു കണക്കവൻ അവർക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. അത് പ്രകാരം അവരെന്ത് ചെയ്യും? ലീപ്പ് ഇയർ കൊടുക്കും. ഏത് മാസത്തിന്? ദുൽഹജ്ജിന് 30 ആക്കുക എന്നുള്ളതാണ് ലീപ്പ് ഇയർ സിസ്റ്റം അവരുടെ. അപ്പം അങ്ങനെയുള്ള ഒരു കലണ്ടറായിരുന്നു അന്ന് അവിടെ പ്രചാരത്തിൽ ഉണ്ടായിരുന്നു. ഇതിൻ്റെ തീയതികൾ ചന്ദ്രൻ്റെ അഹിലയുമായിട്ട് ബന്ധം ഉണ്ടാവില്ല. 1-2 ദിവസം ചിലപ്പോൾ പിന്നോട്ട് പോകും, പിന്നിലാണ്. പിന്നെ അവർ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 2000 കൊല്ലം കഴിഞ്ഞാൽ അത് 2 ദിവസം മുൻകൂട്ടി കൊണ്ടുപോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള പല സിസ്റ്റങ്ങളും ആ കലണ്ടറിലുണ്ട്. അത് വളരെ പെർഫെക്റ്റ് ആണ്. എങ്കിലും ഇതിലുള്ള ദോഷം ചന്ദ്രന്റെ അഹിലയോട് കൂടി പോവുകയില്ല എന്നുള്ളതാണ്. ഫേസസും ഇതുമായിട്ട് ബന്ധം ഉണ്ടാവില്ല. ഇത് നമുക്ക് പറ്റുകയില്ല. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയത്. അപ്പോൾ ആ കലണ്ടർ പ്രകാരമാണ് റബീഉൽ അവ്വൽ 12 തിങ്കൾ എന്ന് കിട്ടിയത്. അന്ന് കലണ്ടർ ഉണ്ടായിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ നിയമങ്ങളെല്ലാം ഹജ്ജത്തുൽ വിദായിൽ വളരെ വ്യക്തമായി പറയുകയും അതിനുശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോവുകയും ചെയ്തു. പിന്നീട് കലണ്ടറിന്റെ ആവശ്യം വന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്, ആഫ്റ്റർ ഹിജ്റ. ഇത് വഫാത്താണ്. അപ്പോ അങ്ങനെ ആ കലണ്ടർ തന്നെയായിരുന്നു അവർ ഫോളോ ചെയ്തിരുന്നത്. പക്ഷെ എന്ത് ചെയ്യും? ഓരോ മാസവും അവർ ഇതിൻ്റെ അഹിലത്ത് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യും. അതേ അവർക്കന്ന് പറ്റിയിട്ടുള്ളൂ. അത് കുറേ കാലം വരെ തുടർന്നതുകൊണ്ട് നമുക്കതിൽ വളരെയധികം തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അവർക്കത് പരിഹരിക്കാൻ സാധിച്ചില്ല, സയൻസ് വളർന്നിട്ടില്ല. അങ്ങനെ അവർ ഇത് എപ്പോഴും നോക്കിക്കൊണ്ട് ശരിയായിക്കൊണ്ട് പോവുകയും പഴയ കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഈ ഹിജ്റ തീയതി പറയുമ്പോൾ ദിവസവും കൂടി പറയും. ചിലപ്പോൾ മാറിപ്പോകും. അതുകൊണ്ടാണ് ദിവസം പറയുന്നത്. ദിവസത്തിനെയാണ് തീയതി കുറിക്കുന്നത്. ഇത് മാസം കണ്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞ ഡേറ്റ് ആയിരിക്കില്ല ഇത്. അതുകൊണ്ട് അവർ പിന്നീട് മാറ്റും. അങ്ങനെയുള്ള സ്വഭാവമായിരുന്നു അന്നുണ്ടായിരുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ് ഈ ഹിജ്റ കലണ്ടർ വന്നത്. അത് ഈ 11 ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് പഴയ ഹിജ്റ 17 മറ്റോ ആണ് ഈ മറ്റേ കലണ്ടർ വന്നത്. എന്നാൽ കലണ്ടർ ശരിയാക്കി കഴിഞ്ഞാൽ പഴയ തീയതികൾ ആരും മാറ്റൂല, അങ്ങനെ തന്നെ പറയുള്ളൂ. ഇപ്പൊ ആഗസ്റ്റ് 15 എന്ന് നമ്മൾ പറയുന്നത് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ഇനി ഈ കലണ്ടറിൽ മാറ്റം വന്നാൽ പോലും നമ്മൾ ആ ഓർഡർ പ്രകാരം വെക്കുള്ളൂ. അതിന് ഒരു നിയമം ഉണ്ടാവും. ആ നിയമപ്രകാരം കാൽക്കുലേഷൻ നടത്തുള്ളൂ. പക്ഷെ ഇപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന നിയമപ്രകാരം ചെയ്താൽ അത് വേറൊരു തീയതിയായിരിക്കും. അപ്പൊ അങ്ങനെ അത് 12 അല്ല, വാസ്തവത്തിൽ 14ആണ്. അപ്പൊ എന്തായാലും അതിൽ കുഴപ്പം വരുന്നില്ല. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ഏത് തീയതിയിലാണ്? ജനിച്ചതും ഇത് തന്നെയാണ്. ഏത്? 12 റബീഉൽ അവ്വൽ 53 BH, ബിഫോർ ഹിജ്റ, തിങ്കൾ. ഇത് വളരെ ലളിതമായ ഒരു സിസ്റ്റമാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മളെല്ലാവരും ഒന്നും ചിന്തിക്കാതെ കാര്യങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കാലം ജീവിച്ചു എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ സാധാരണ നമ്മളെ വയസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇതുണ്ടല്ലോ, എന്താണ്? ഇന്നത്തെ ഡേറ്റിൽ നിന്ന് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കിഴിച്ചാൽ നമ്മൾ ഇതുവരെ എത്ര കാലം ജീവിച്ചു എന്ന് കിട്ടും. ഇത്ര കൊല്ലം, ഇത്ര മാസം, ഇത്ര ദിവസം ജീവിച്ചു എന്നുള്ള കണക്ക് കിട്ടും. അതേ സിസ്റ്റമാണ് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്. എന്ത് ചെയ്യണം? കിഴിക്കണം. ചെയ്ത് നോക്കാം. ഈ രണ്ട് ഡേറ്റിലും വ്യത്യാസമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. 12 12 പോയാൽ എത്ര? 0. ഇതും 0. അപ്പൊ ദിവസവും മാസവും ബാക്കിയില്ല. അപ്പൊ ഇത് AHും BHും ആയാൽ എന്താ ചെയ്യേണ്ടത്? കിഴിക്കാൻ പറ്റില്ല. നമ്മളെന്ത് ചെയ്യണം? രണ്ടും കൂട്ടണം. അപ്പൊ എത്രയായി? ഇതൊരു മാജിക് പോലെയാണ്. നമ്മൾ പുസ്തകങ്ങളെല്ലാം വായിക്കുന്ന 63 കണക്കിങ്ങനെ പറയുന്നത്. ഇതിന്റെ അർത്ഥം നമ്മൾ ചിന്തിക്കാതെ ഒരാളെ എഴുതിയതിനെ വിശ്വസിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് മനസ്സിലായത് നമ്മൾ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നു. വലാകിന്ന അക്സറ നാസി ലാ യഅഖിലൂൻ ഖുർആൻ പറഞ്ഞത്. അധികം മനുഷ്യരും ചിന്തിക്കുന്നില്ല. ഇത് വാസ്തവമാണ്. അധികം മനുഷ്യർ 75% കൂടുതലുള്ളവർ അങ്ങനെയുള്ളവരാണ്. അപ്പൊ ചിന്തിച്ച് ചെയ്തവർക്ക് തെറ്റ് പറ്റിയാൽ നമ്മൾ എല്ലാവരും അതിന്റെ പിന്നെ പോവുകയാണ്. ഇത് എത്രയോ കാലം വരെ നമ്മൾ ഇപ്പം ഈ നൂറ്റാണ്ടിൽ എഴുതിയ പുസ്തകങ്ങളിലൊക്കെ ഈ 63 വയസ്സിന്റെ കണക്ക് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ പഴയ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തെ പറ്റി അധികം പഠിച്ചാൽ 64 വർഷം കൃത്യം ജീവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവും. പിന്നെ ഒരു ശാസ്ത്രീയ തെളിവ് എന്താന്ന് വെച്ചാൽ, ഇത് റബീഉൽ അവ്വൽ 12 അല്ല, 12 അല്ല റസൂൽ ജനിച്ചത്, പൗർണമിയിലാണ് ജനിച്ചത്. പൂർണ്ണചന്ദ്രനിൽ ജനിക്കുകയും പൂർണ്ണചന്ദ്രനിൽ വഫാത്താവുകയും ചെയ്യും. ഇതും റസൂലിന്റെ ഒരു ഇതാണ്, പ്രത്യേകതയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപമപ്പെടുത്തിയിരിക്കുന്നത് ചന്ദ്രനോടാണ്. ചന്ദ്രൻ തന്നെയാണ് പൂർണ്ണചന്ദ്രൻ. അപ്പൊ ചന്ദ്രൻ എന്ത് ചെയ്യുന്നു? പ്രകാശം പ്രതിഫലിപ്പിക്കുന്നു. ഇതൊക്കെ അതിൽ ഉണ്ട്, സിദ്ഖ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ 64 വർഷങ്ങൾ ജീവിച്ചില്ലെങ്കിൽ ഈ രണ്ട് സംഭവം ഒരു ഡേറ്റിൽ നടക്കില്ല. രണ്ടും തിങ്കളാഴ്ചയാണെന്നുള്ളത് നമുക്കറിയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് തിങ്കളാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ തിങ്കളിന്റെ നോമ്പിനെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് ഞാൻ ജനിച്ച ദിവസമാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ചയാണ് ജനിച്ചത് നമുക്കറിയാം. വഫാത്തായതിന് പിന്നെ എത്രയോ പേര് സാക്ഷിയായിട്ടുണ്ടല്ലോ, അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ രണ്ട് സംഭവം തിങ്കളിൽ നടക്കണമെങ്കിൽ, അത് 12 ആവണമെങ്കിൽ 64 വർഷങ്ങൾ ജീവിക്കേണ്ടത് നിർബന്ധമാണ്, അല്ലെങ്കിൽ പറ്റൂല. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും എളുപ്പമായ ഒരു സത്യത്തിൽ മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ എങ്ങനെ തെറ്റി എന്നുള്ളതാണ് ഇത് ചോദ്യം. ഇത് ഞാൻ പലർക്കും എഴുതിയിട്ടുണ്ട്, ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തിരുത്തേണ്ടതും ശരിയാക്കേണ്ടതുമായ ഒരു കാര്യമാണ്. മാറില്ല, 14ആണ്. അത് 14 എങ്ങനെ കണ്ടുപിടിക്കുന്ന? ആസ്ട്രോണമിക്കൽ ഡേറ്റ ഉണ്ട്, നമുക്ക് ആസ്ട്രോണമിക്കൽ ഡേറ്റ ഉണ്ട്. അന്ന് പൂർണ്ണചന്ദ്രനാണ്. അപ്പോൾ ആ ഡേറ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പൊ CD തന്നെ ഉണ്ട്. ഇതിന്റെ ശരിയായ ഡേറ്റുകൾ മറ്റേതിൽ പറഞ്ഞാൽ അത് ഞാൻ എഴുതരാം. ഈ 12/3/11 AHന്റെ ഈക്വാലന്റ് ഡേറ്റ് 8/6/632 AD ആണ്. അതേമാതിരി തന്നെ 12/3/53 BHന്റെ ഈക്വാലന്റ് ഡേറ്റ് 5/5/570 ആണ്. ഇതൊക്കെ ചരിത്രത്തിലുണ്ടെങ്കിലും പിന്നീട് വന്ന ശാസ്ത്രജ്ഞന്മാർ ക്രിസ്ത്യൻ കലണ്ടറിന്റെ പഠനം അതിലൂടെ പഠിച്ചവരായിരുന്നത് കൊണ്ട് അവർക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ക്രിസ്ത്യൻ കലണ്ടറിൽ 0 ഇയർ ഇല്ലാതെയാണ് AH പിന്നെ BC കാൽക്കുലേറ്റ് ചെയ്തിരുന്ന മുമ്പ്. BCയിലെ ഡേറ്റ്സ് ഒക്കെ അവർ ഈ 0 ഇല്ലാതെ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ ആ കലണ്ടർ പഠിച്ചവർക്ക് ഈ ഹിജ്റ കലണ്ടറിലും 0 ഇല്ല എന്നുള്ള അർത്ഥത്തിൽ കണക്ക് കൂട്ടിയപ്പോഴാണ് ഒരു വർഷം അവിടെ നഷ്ടമാവുന്നത്. ഇത് പഠിക്കാൻ വേണ്ടി കുറെ ടൈം എനിക്ക് ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെയാണ്. ഏത്?
13 ഒരിക്കലും പൗർണമി വരില്ല, അത് തെറ്റാണ്. ചന്ദ്രമാസത്തിന്റെ പകുതിയിൽ പൗർണമിയും അവസാനത്തിൽ പിന്നെ അമാവാസ്യം വരും. അതായത് ഒരു സൂര്യഗ്രഹണം 28 ഉണ്ടാവുകയില്ല. ഒരു സൂര്യഗ്രഹണം 28 വരാൻ പാടില്ല ഇസ്ലാമിക കലണ്ടറിൽ. അതേമാതിരി തന്നെ 14 രാവിൽ ചന്ദ്രഗ്രഹണം വരില്ല, തെറ്റാണത്. 14 15 ഇടയിൽ, 14 കഴിഞ്ഞ് 15 16 ഇടയിലേ മറ്റേത് ഇത് വരുള്ളൂ. 15 16 മുന്നിൽ വരില്ല. പക്ഷേ ആദ്യത്തെ ദിവസം തെറ്റിയാലാണ് എങ്ങനെ വരുന്നത്? 28 ഗ്രഹണം വരുന്നത്. നിങ്ങളെ ചോദ്യം എൻ്റെ ഇത് അവസാനിച്ചതിന് ശേഷം ചോദിച്ചാൽ അവിടെ എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം ഡേറ്റ എല്ലാം നമ്മുടെ അടുത്തുണ്ട്. അന്നത്തെ ഡേറ്റ, ഇന്നത്തെ ഡേറ്റ, എല്ലാ ഡേറ്റകളും നമ്മുടെ അടുത്ത് കണക്കൂട്ടിയാൽ നമുക്കിത് മനസ്സിലാവും. അപ്പം അങ്ങനെ നമ്മൾ പരിശോധിക്കാതെ കാര്യങ്ങൾ അംഗീകരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ തെറ്റ് പറ്റുന്നത്. ഇപ്പം ഈ ഹിജ്റ വർഷത്തിൻ്റെ 1-ാം തീയതിയെ പറ്റി നിങ്ങൾ ആരെങ്കിലും ഗവേഷണം ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. ഹിജ്റ 1-ാം തീയതി അതേതാണ്? അതായത് ഈ 1-1-1 എന്നൊരു ഡേറ്റ് വരുമല്ലോ. നമ്മൾ ബാക്കിലോട്ട് കൊണ്ടുപോയാൽ ഏത് കലണ്ടറിലും ഈ അവസ്ഥ വരും. 1-1-1. ഇത് വ്യാഴമാണ്. അതിൻ്റെ ദിവസം വ്യാഴമാണ്. അപ്പോൾ ഇതിന് ഈക്വലന്റ് ഡേറ്റ് ഏതാ കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ അത് 15/7/622 ആണ്. ഇതാണ് ഈക്വലന്റ് ഡേറ്റ്. AD, സോറി. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾക്ക് പുസ്തകങ്ങളിൽ പരിശോധിച്ചാൽ കാണുന്നത് 16 ആണ്. അത് വെള്ളിയാക്കിയിട്ടുണ്ട്. ഇതെന്തിനു വേണ്ടി ചെയ്തു എന്ന് ഇതുവരെ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. പഴയ പുസ്തകങ്ങൾ, പഴയ റെക്കോർഡുകളിൽ 1-1-1 ഈക്വലന്റ് ടു 15/7/622 AD ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് വെള്ളിയാക്കിയത് എന്തിനാണ്? ഇതിൻ്റെ പിന്നിലും ഇബ്ലീസിന്റെ പണിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വെള്ളിയല്ല, വ്യാഴമാണ്. ഇപ്പോൾ വെള്ളിയാക്കാൻ വേണ്ടിയിട്ട് അവർ 16 ആക്കി എന്ന് ഇപ്പം പറയാൻ പറ്റുള്ളൂ. അപ്പം മുൻജിദിൽ നോക്കിയാൽ കാണാം. മുൻജിദിൽ ഞങ്ങൾ 16ന്റെ കണക്കിലാണ് കണക്ക് കൂട്ടിയിരിക്കുന്നതെന്ന് കാണുന്നു. അപ്പം അതിലവിടെ വ്യത്യാസം വരുന്നുണ്ട്. ഈ കലണ്ടർ അള്ളാഹുവിൻ്റെ പിന്നെ മാർഗദർശന പ്രകാരം ഉള്ളതാണ്, അതിന് തെറ്റുണ്ടാവുന്നത്. ഈ ഡേറ്റ് ഉണ്ടല്ലോ, ഈ ഡേറ്റ് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ ഇതിന് ഇത് 1-1-1 മാസത്തിന്റെ 1-ാം തീയതി മുഹറം 1 അപ്പൊ അതിനു മുമ്പേ ഉള്ള ദിവസം 30/12 ആമുൽ ഹിജ്റ. അപ്പോ ഇത് 14/7/622 AD ആണ്. ഇതെന്തായിരിക്കും ഡേ? ഇല്ലല്ലോ, 22. അപ്പൊ അതിന്റെ ഡേ എന്തായിരിക്കും? ഈ 14/7 വരുമ്പോ ഈ ഡേ എന്തായിരിക്കും? ബുധൻ. ഇത് ബുധനാണ്. ബുധൻ. ഈ ബുധനാഴ്ച പരിശോധിച്ചാൽ അന്നൊരു ഗ്രഹണം ഉണ്ടായിട്ടുണ്ട്. മദീനയിൽ, മക്കയിലൊക്കെ 10 മണിക്ക് കാണാവുന്ന ഒരു ഗ്രഹണം, ഒരു വലിയ സൂര്യഗ്രഹണം അന്നുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് 1-1 വരുന്നത്. അപ്പോൾ ഇത് തന്നെ ഒരു കല്ലാണ്, നമുക്ക് നാഴികക്കല്ലാണ്. ആ മാർഗദർശനമാണ് ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നത്. ഒരു ഗ്രഹണം മാസത്തിന്റെ അവസാനം കുറിക്കുന്നു എന്ന തത്വം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അന്ന് വൈകുന്നേരം ഇത് കാണാം. ഇത് തെറ്റി, ഇത് 30 അല്ലാതെ 29 ആയിട്ട് അവർ ഇത് നോക്കി നടന്നെങ്കിൽ അന്ന് കാണാനുള്ള സാധ്യതയുണ്ടോ എന്നതിലേക്ക് നമ്മൾ നോക്കിയാൽ അന്ന് കാണാനുള്ള സാധ്യതയില്ല എന്നാണ് നമുക്ക് കാണുന്നത്. 10 മണിക്കാണ് ഗ്രഹണം ഉണ്ടായതെങ്കിൽ 10 മണിക്ക് സൂര്യന്റെയും ചന്ദ്രന്റെയും പൊസിഷൻ എങ്ങനെയായിരുന്നു? അപ്പോൾ അത് ഒരു രേഖയിലാണ്. അതായത് സൂര്യൻ, ചന്ദ്രൻ, ഭൂമി
ഇതാണ് ഗ്രഹണം നേരെ വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാലും ഗ്രഹണം കാണും. പക്ഷേ ഇതാണ് നേരെ. ഇപ്പൊ ഈ ചന്ദ്രൻ ഇവിടെ വന്നാൽ ഇവിടെ ഉള്ളവർക്ക് നേരെയാണ്. ചന്ദ്രൻ ഇവിടെ വന്നാൽ ഇത് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, ഇവിടെ ഉള്ളവർക്കത് നേരെയായിട്ടും വരും. അപ്പൊ നമ്മളെ ഈ സ്ഥലം ഒബ്സർവേഷൻ എവിടെ നിന്ന് നടത്തുന്നോ അതനുസരിച്ച് ഈ ഗ്രഹണം കുറെ നേരം വരെ കാണും. നിങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. സൂര്യഗ്രഹണം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിയുകയാണ്. ഒരു സ്ഥലത്ത് നിന്ന് ആരംഭിച്ചത് ഇങ്ങനെ പോകും. ഒരു മേഘത്തിന്റെ നിഴൽ ഓടുന്ന മാതിരിയാണ്. മേഘത്തിന്റെ നിഴൽ ഉണ്ടാവുമല്ലോ, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അനുഭവപ്പെട്ടിട്ടുണ്ടല്ലോ. അതേമാതിരി ഈ ചന്ദ്രന്റെ നിഴൽ ഇവിടെ പതിഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിന്റെ കൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഗ്രഹണം അവസാനിക്കുന്നത് വരെ ഗ്രഹണം നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ആ പോയിന്റ് എടുക്കുന്നത് ഇതാണ്, സെന്ററാണ്, സെന്റർ ടു സെന്റർ. ഇതാണ് ന്യൂ മൂൺ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഗ്രഹണം എന്ന്. അതൊരു മോമെന്റേ ഉണ്ടാവുള്ളൂ, ഒരു നിമിഷം മാത്രമേ ഉണ്ടാവൂ. അത് എപ്പോൾ ഉണ്ടാകുന്നു എന്താ കണക്കാക്കുന്നത്? ഇപ്പൊ ഇവിടെ നമ്മൾ ചോദിക്കുന്നത്, ഈ ഗ്രഹണം നടന്ന സമയത്ത് അവിടെ 10 മണിയായിരുന്നു എന്ന് വെക്കാം. എന്നാൽ സൂര്യൻ അസ്തമിച്ചപ്പോൾ ഇത് രണ്ടും എത്ര വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ള കണക്കാണ് നമ്മൾ നോക്കേണ്ടത്. അന്ന് വൈകുന്നേരം, ബുധനാഴ്ച വൈകുന്നേരം മദീനയിൽ സൂര്യൻ അസ്തമിച്ചപ്പോൾ സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള വ്യത്യാസം എത്ര ഉണ്ടായിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഓരോ മണിക്കൂറിനും 2 മിനിറ്റ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ 10 മണി മുതൽ 6 മണി വരെ, സുമാർ 6 മണി അസ്തമനം എന്ന് വിചാരിക്കാം. എത്ര മണിക്കൂർ വ്യത്യാസപ്പെട്ടിട്ടുണ്ടാവും? 8 മണിക്കൂർ. 8 മണിക്കൂർ. അപ്പൊ എത്ര മിനിറ്റായി? 16 മിനിറ്റായി. 16 മിനിറ്റ് വ്യത്യാസത്തിൽ കാണുകയില്ല, കാണാൻ പറ്റില്ല. അപ്പോ അവർക്ക് 30 പൂർത്തിയായി, ഇനി കാണേണ്ട ആവശ്യമില്ല. അപ്പൊ എന്തായി? 1 ആയി. അപ്പൊ അത് ശരിക്കും തന്നെ വന്നിട്ടുണ്ട്. അതെങ്ങനെ? അപ്പൊ അള്ളാഹു ഇതിനെ ശരിയായിക്കൊണ്ട് നടത്തുന്നതിനുള്ള തെളിവ് നമുക്ക് ഇതിലുണ്ട്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ നമ്മൾ പറയുന്നത് ഓരോ മാസവും തുടങ്ങുന്നത് മാസപ്പിറവി കണ്ടതിന് ശേഷമാണ്. ഏത് ശാസ്ത്രീയ പുസ്തകം നിങ്ങൾ പരിശോധിച്ചാലും നമ്മളിപ്പോ എഴുതി കാണുന്നത് ശാസ്ത്രീയ ചന്ദ്രമാസം ന്യൂ മൂൺ മുതൽ ന്യൂ മൂൺ വരെ ഉള്ളതാണ്. എങ്കിലും ഇസ്ലാമിക ചന്ദ്രമാസം ഇത് കണ്ടിട്ട് തുടങ്ങുന്നതാണ്. ഇതെന്തിന് എഴുതി വെച്ചെന്ന് മനസ്സിലാവുന്നില്ല. ഇത് അശാസ്ത്രീയമാണ്. ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ചന്ദ്രമാസം അശാസ്ത്രീയ ചന്ദ്രമാകുമോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഖുർആൻ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ, ഈ ലോകത്തിന്റെ സൃഷ്ടാവിൽ നിന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അശാസ്ത്രീയ ചന്ദ്രമാസത്തെ പറ്റി അള്ളാഹു പറയില്ല, ശാസ്ത്രീയ ചന്ദ്രമാസത്തെ പറ്റിയാണ് അള്ളാഹു നമുക്ക് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോ ഈ ന്യൂ മൂൺ മുതൽ ന്യൂ മൂൺ വരെ ഉണ്ടാകുന്ന മാസം തന്നെയാണ് ഇസ്ലാമിക ചന്ദ്രമാസം. അത് മനസ്സിലാക്കിയവർക്ക് ശരിക്കും മനസ്സിലാക്കില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മാസം തുടങ്ങുന്നത് ഇത് കണ്ടാൽ മാത്രമേ ആവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഉള്ള ദോഷം എന്താണ്? ഇത് ചിലപ്പോൾ 22 ഒന്നിച്ചു വരും, 22, 29 ഒന്നിച്ച് വരുന്ന കൂടെ വരുന്ന സമയത്ത് വരുമ്പോൾ ഒരു മാസത്തിന്റെ 1-ാം തീയതി തെറ്റിയിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം 28-ൽ കാണും. 28-ൽ കാണും. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? അവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഈ അഡ്ജസ്റ്റ്മെന്റ് പാടുണ്ടോ? ഒരിക്കലും പാടില്ല. അറിയാതെ ആകാം, അറിഞ്ഞുകൊണ്ട് ഒരിക്കലും പറ്റില്ല. അപ്പൊ അള്ളാഹു 29-ഉം 30-ഉം മാസങ്ങൾ ഇങ്ങനെ മാറി മാറി ഹാക്കഥ വഹാക്കഥ എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് ഒരു സീക്വൻസിൽ വരില്ല. ഈ കൊല്ലം ഇങ്ങനെ ആയതുകൊണ്ട് അടുത്ത കൊല്ലം അങ്ങനെ തന്നെ ആവണം ഒരു നിയമവുമില്ല. ഇത് മാറി 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 വരുന്നല്ലാതെ ഒരു കൊല്ലം ഉണ്ടായ സീക്വൻസ് രണ്ടാമതും റിപ്പീറ്റ് ചെയ്യുന്നില്ല, ആവർത്തിക്കുന്നില്ല എന്നതാണ് ഞാൻ 200 കൊല്ലത്തിന്റെ കലണ്ടർ ഉണ്ടാക്കിയതിൽ എനിക്ക് മനസ്സിലായത്. ഒരു കൊല്ലം 30, 30, 30, 30, 29, 30, 29 ഇങ്ങനെ ആൾട്ടർനേറ്റിംഗ് ഓർഡറിൽ വരാം. പിന്നെ ആ സീക്വൻസ് ഈ 200 കൊല്ലത്തിൽ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ചില ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് കുറേ കൊല്ലങ്ങൾ കഴിയുമ്പോൾ ഒരു റിപ്പീഷൻ ഉണ്ടാവുന്ന, ചിലർ പറയുന്ന റിപ്പീഷനെ ഉണ്ടാവില്ലെന്ന്. അതാണ് അള്ളാഹുവിൻ്റെ ഒരു വലിയൊരു അത്ഭുതമാണ്. അതായത് എന്താണ്, ഖുർആനിൽ ഒരു ആയത്തിൽ വരുന്നുണ്ടല്ലോ, ഓരോ ദിവസവും അവൻ ഒരു ഇതിലാണ്, അർ-റഹ്മാനിൽ വരുന്നതാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഒരു അത്ഭുതമാണ് ഇത്. ഈ അത്ഭുതമായ ഈ സംഗതിയെ നമ്മൾ ഗണിക്കാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല, സൂര്യനും ചന്ദ്രനും ശരിക്കും നടക്കുന്നില്ല എന്നുള്ള ഒരു ഇതാണ് നമ്മളിപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്.
പക്ഷെ ഇതിന് കൃത്യത ഉണ്ട്, ഇത് കൃത്യമാണ്. പക്ഷേ ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല ഒരു സ്വഭാവം ഇതിനുണ്ട്. പക്ഷെ അത് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. അതിനൊരു ലോ ഉണ്ട്. ആ ലോ പ്രകാരം കണ്ടുപിടിച്ച് കഴിഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എത്ര കൊല്ലത്തേക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പരമാർത്ഥമാണ് 1410 വർഷത്തിൽ 1410 വർഷങ്ങൾ ഹിജ്റ വർഷങ്ങൾ ഒരു ഗ്രഹണം റിപ്പീറ്റ് ചെയ്തു. നമ്മളിപ്പോൾ കണക്ക് ചെയ്ത് നോക്കിയാൽ പഴയ റെക്കോർഡുകളുണ്ട് നമ്മളോട്. പഴയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് റസൂലിൻ്റെ മകൻ ഇബ്രാഹിം വഫാത്തായ ദിവസം ഒരു ഗ്രഹണം ഉണ്ടായത് റെക്കോർഡുകളുണ്ട്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഏത് ദിവസമാണെന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ട്? ഇത് കൃത്യമായിട്ട് ചലിക്കുന്നുണ്ടെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ. ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ഗണിക്കാൻ പറ്റാവുന്ന ഈ സംഗതി കലണ്ടർ ഗണിക്കാൻ പറ്റുകയില്ല, അത് പലതരത്തിലാകും എന്ന് പറയുന്നത് വെറും വിഡിത്തമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ കലണ്ടറുകൾ ശരിയാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നമ്മൾ നടത്തി കഴിഞ്ഞാൽ ശവ്വാൽ വന്ന് ഒരു ദിവസം മാത്രമേ വരുള്ളൂ എന്നുള്ള ഇത് നമുക്ക് കിട്ടും. അത് വളരെ ലളിതമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ? അസ്സൗമു യൗമ യസ്ഉമുൻ നാസ്. ജനങ്ങൾ നോമ്പെടുക്കുന്ന നാളിലാണ് നോമ്പ്. ജനങ്ങൾ നോമ്പെടുക്കുന്ന നാളിലാണ്, സമയത്തല്ല. സമയം വ്യത്യാസം, ഇംസാക്കും ഇഫ്താറും വ്യത്യാസം ഉണ്ടാവും. ഓരോ സ്ഥലത്തും വ്യത്യാസം ഉണ്ടാവും. അടുത്ത് തന്നെ വ്യത്യാസം ഉണ്ടാവും. 10 മിനിറ്റ്, 12 മിനിറ്റ്, 20 മിനിറ്റ്. പല സ്ഥലത്ത് പല മാതിരിയാണ്. ഇവിടെ നോമ്പ് ഇടുന്ന സമയത്ത് ലക്ഷദ്വീപിൽ നോമ്പിടാൻ പറ്റില്ല. ഇവിടുത്തെ ടൈം അഡ്വാൻസ് ആണ്. അതേമാതിരി ഇവിടെ 2.5 മണിക്കൂർ മുമ്പിലാണ് നോമ്പ് തുടങ്ങുകയും അവസാനിക്കുകയും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ക്ലാസ്സുകൾ എടുത്ത് ഇതൊരു ശരിയായ ഒരു പഠന രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് പഠിക്കാൻ ഇഷ്ടമുള്ളവർ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുക്കുക, പഠിക്കുക, പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് വേണ്ടത്. നമ്മൾ ഈ തെറ്റിദ്ധാരണയിലൂടെ ഹറാമുകൾ ചെയ്തു പോയാൽ നമുക്ക് തൗബ ഉണ്ടാവില്ല. ഇന്നമ തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ സുമ്മ യതൂബൂന മിൻ ഖരീബ്. ഉടനെ തൗബ ചെയ്ത് മടങ്ങുന്നവർക്കാണ് തൗബ. ഒരു തെറ്റ് ആവർത്തിക്കുന്നവർക്ക്, അത് അങ്ങനെ തന്നെ തുടരുന്നവർക്ക് തൗബ ഇല്ലെന്നാണ്. അപ്പൊ നമ്മൾ ഒരു തെറ്റ് തുടർന്നാൽ എന്ത് സംഭവിക്കും? ഒരു കവി അത് പറയുന്നുണ്ട്, ഇന്നത്തെ ആചാരം ഇന്നലെ ചെയ്തൊരു അബദ്ധം ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രം അതാകാം, അതിൽ മൂളായിക സമ്മതം രാജൻ എന്നൊരു മലയാളത്തിലൊരു ശ്ലോകം. അപ്പം ആരും ഇതറങ്ങാതിരുന്നാൽ ഈ തെറ്റ് അംഗീകരിക്കപ്പെടുകയും അത് തന്നെയാണ് ശാസ്ത്രം എന്ന് പറയുകയും ചെയ്യപ്പെടും. ഇന്നിപ്പോൾ ഈ പിറവി കാണലാണ് അതിൻ്റെ മാനദണ്ഡം എന്ന ശാസ്ത്രത്തിലേക്ക് മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് തിരുത്തണമെങ്കിൽ നമ്മൾ കുറേ ആളുകൾ ഇത് പഠിച്ച് ജനങ്ങളെ ബോധവൽക്കരണം ചെയ്യേണ്ടത് അത് നമ്മളിലാണ് ഇപ്പോൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് നമ്മളെല്ലാവരും തയ്യാറാകണം. ഇനിയിപ്പോൾ സമയം ചുരുങ്ങിയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. നമ്മളോട് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഡോക്ടർ ജയമൈ സേഠ് ട്രിവാൻഡ്രം അവരുകളാണ്. 2-3 ഗംഭീര പ്രസംഗങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. നല്ല ഒരു ഭക്ഷണവും കഴിഞ്ഞു, ചെറുതായിട്ട് ഉറക്കം വരുന്ന സമയവുമാണ്. ഈ സമയത്ത് അതുപോലെ ഒരു ഗംഭീര പ്രസംഗം നടത്തി നിങ്ങളുടെ ഉറക്കം കെടുത്തുവാൻ എനിക്ക് ആഗ്രഹമില്ല. വളരെ ലളിതമായി 1-2 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് എൻ്റെ ഉദ്ദേശം. പ്രഭാഷണത്തിൽ കിടക്കുകയാണ്. നമ്മുടെ കെ മുഹമ്മദ് സാഹിബ്, എഞ്ചിനീയർ കെ മുഹമ്മദ് സാഹിബ് സംസാരിക്കുന്ന വിഷയം ഇന്റർനാഷണൽ ഡേറ്റ് ലൈനാണ്. കൂടുതൽ മുഹമ്മദ് സാഹിബിൽ നിന്ന് കേൾക്കാം.